ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മൾ ഒത്തുകൂടിയിട്ട് കുറേ സമയമായി, അല്പസമയം മുൻപോട്ട് പോയി. എങ്കിലും സാരമില്ല, നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഗൗരവമായ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ടത് കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. നമ്മുടെ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ള വിഷയത്തോടുള്ള ബന്ധത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച് മുന്നോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഒരു പ്രത്യേക വിഷയം ഞാൻ ആമുഖത്തിൽ പറഞ്ഞു. അതൊരല്പം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ടാണ് ആ വിഷയത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. അതായത് ലോകം മുഴുവൻ ഉറ്റുനോക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റേതെന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതിൻ്റെ റിസൾട്ടും ഒക്കെയായി നമ്മൾ ചില കാര്യങ്ങൾ പറയുകയായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ നമ്മൾ അഭിനന്ദിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. അഭിനന്ദിച്ച് കാണുമായിരിക്കും. അപ്പോൾ ഡൊണാൾഡ് ട്രംപാണ് അവരുടെ പുതിയ പ്രസിഡന്റ്. മറ്റൊരു സഹോദരി അതിന് എതിർഭാഗത്ത് നിന്നും മത്സരിച്ചു, താൻ തോറ്റുപോയി. ആ സഹോദരിയുടെ പേരുമൊക്കെ നമ്മൾ പറഞ്ഞു. ഇവരിൽ ആര് ജയിച്ചു വന്നാലും വിശുദ്ധ തിരുവെഴുത്തിൻ പ്രകാരം അവരെയെല്ലാം ദൈവം നിയോഗിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമ്മൾ ഭരണാധികാരികളെ ബഹുമാനിക്കാൻ പഠിക്കണമെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ റോമാലേഖനത്തിൽ നിന്ന് കണ്ടത്, അല്ലേ? നമ്മൾ ഇവരെയെല്ലാം ദൈവം തന്നെ ആക്കി വയ്ക്കുന്നു എന്ന കാരണത്താൽ ഇവരെല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടതാകുന്നു, ആദരിക്കേണ്ടതാകുന്നു, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പക്ഷപാതം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണെന്നുള്ളത് വിശുദ്ധ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇടയിലുള്ള ചില ചിന്തകളെ ഞാൻ എടുത്തു പറഞ്ഞു. ചില ചിന്തകളെ അദ്ദേഹം വന്നില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്ന ആ ആശയത്തോട് യോജിപ്പില്ല എനിക്ക് എന്ന് പറഞ്ഞു. എന്നാൽ അദ്ദേഹം ആ പ്രസിഡൻറ്റിൻ്റെ ചെയറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം മറ്റേ സഹോദരിയേക്കാളും. അതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങനെയാണ്. കാരണം ലോത്തിൻ്റെ കാലവും നോഹയുടെ കാലവും വളരെ വേഗം വരണ്ട എന്നൊരു ചിന്ത എനിക്കുണ്ട്. വളരെ വേഗം വരണ്ട, അത് വരും, അത് വരാതിരിക്കാൻ തരവില്ലല്ലോ, അതൊക്കെ വരും. എന്നാൽ ഇപ്പോൾ ഇച്ചിരി ഒന്ന് സ്ലോ ആയിട്ട് പോട്ടെ, നമ്മുടെ കാലത്ത് എല്ലാം കാണണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ പറഞ്ഞതാണ്. അതേസമയം ഞാൻ ഇങ്ങനെയും പറഞ്ഞു, അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ പെൻസിൽവാനിയയിലെ ക്ഷേത്രങ്ങളിലൊക്കെ നടത്തിയ പൂജകളും ഇടപാടുകളും ഒക്കെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇങ്ങനെ ഇട്ടിരുന്നു. നമ്മുടെ ട്രംപ് അച്ചാച്ചൻ്റെ ജയത്തിനു വേണ്ടി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പൂജകളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ചെയ്യാൻ നിങ്ങളെയൊക്കെ ചിലരെയൊക്കെ കാണിച്ചിരുന്നു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നടക്കും. ഒരു കാര്യം കൂടെ ഞാൻ സൂചിപ്പിച്ചു. പൊളിറ്റീഷ്യൻസ് ആരാണെന്ന് ശരിയാവണ്ണം അറിയാത്ത നിഷ്കളങ്കരായ ഒത്തിരി വിശ്വാസികൾ നമ്മുടെ ഇടയിലുണ്ട്. അവർ ഗ്ലോറി ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ആത്മാവിലാവും. അത് തന്നെയാണ് കുമ്പനാട്ട് സംഭവിക്കുന്നത്. രമേശ് ചെന്നിത്തല കുമ്പനാട്ട് വന്നും എന്തോ ഒരു വാക്കൊക്കെ പറഞ്ഞു, ഉടനെ അവിടെ ആത്മാവിലായി. അതുപോലെ തന്നെയാണ് അമേരിക്കക്കാരും. ട്രംപ് പറഞ്ഞു ഹല്ലേലൂയ, യേശുവാണ് ബോസ്, ബൈബിൾ ഇതാ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് കോൾമയിൽ കൊണ്ടു. അതൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ആയിക്കോ കേട്ടോ, കുഴപ്പമില്ല. ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ ഞാൻ തിരുത്തു തന്നതാണ്. ട്രംപിനേക്കാളൊക്കെ എത്ര ഉയരത്തിലാണ് നമ്മളിരിക്കുന്നത്. 100 അമേരിക്കൻ പ്രസിഡന്റ് വന്നാലും ഒരു പുതിയ നിയമ ക്രിസ്ത്യാനിയുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുമോ? അതുപോലത്തെ പവറിലല്ലേ നമ്മൾ നിൽക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും പ്രാപിച്ചവൻ ആ അധികാരം തന്നെ സഭയ്ക്ക് കൊടുത്തിരിക്കുകയല്ലേ. സകലത്തെയും കാൽക്കീഴിലിട്ട് നിൽക്കുന്ന ഒരു നിൽപ്പാണ് ദൈവസഭയ്ക്ക്. നാം ഇളകുന്ന രാജ്യത്തല്ല, ഇളകാത്ത രാജ്യത്തിലാണ്. അമേരിക്കയൊക്കെ ഇളകും കേട്ടോ. ലോകത്തിലെ സകല സാമ്രാജ്യങ്ങളും ഇളകിയ ചരിത്രമേ ഉള്ളൂ, ഇനിയും ഇളകും. ഇപ്പോൾ സാമ്രാജ്യങ്ങളെന്ന് പറയുന്ന റഷ്യ ആകട്ടെ, അമേരിക്ക ആകട്ടെ, ഇതൊക്കെ കഠിനമായി ഇനിയും മുറിവേൽക്കും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാൻ ജനറലായിട്ടാണ് പറയുന്നത്, നമ്മളെവരെയെല്ലാം ബഹുമാനിക്കണം. ആരുടെയും പക്ഷം പിടിക്കാനോ ഒന്നിനും അധികമായി പോകരുതെന്നാണ് പറഞ്ഞത്. അത് എളുപ്പമല്ലെന്നും എനിക്കറിയാം. അതെങ്ങനെ എളുപ്പമാവും? ഒട്ടും എളുപ്പമല്ല. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ അവർക്ക് വേണ്ടി വാദിക്കും ചിലപ്പോൾ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം എന്താണോ തീരുമാനിക്കുന്നത് അത് നടക്കട്ടെ, ദൈവഹിതം നടക്കട്ടെ. അങ്ങനെയല്ലേ നമ്മുടെ പാട്ട് പോലും. അപ്പോൾ ദൈവഹിതം നടക്കട്ടെ. അതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത് എന്താ? തിരുഹിതപ്രകാരമുള്ളവർ ഭരണത്തിലേക്ക് വരട്ടെ. അതൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഗംഭീരമായൊരു വെളിപ്പാട് നിങ്ങളുടെ മുമ്പിൽ വെച്ചു. നിങ്ങൾ എത്ര പേർക്ക് പിടികിട്ടിയെന്ന് എനിക്കറിയില്ല. കാലസമ്പൂർണതയിൽ ക്രിസ്തു സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു എന്ന കാര്യം ഗലാത്യ ലേഖനത്തിലുണ്ട്. ആ കാലസമ്പൂർണതയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പശ്ചാത്തലങ്ങളെല്ലാം അനുകൂലമാക്കി കൊണ്ടുവരികയാണ്. അതിനു വേണ്ടിയിട്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ കൊണ്ടുവന്നു. അലക്സാണ്ടർ രംഗത്ത് കൊണ്ടുവന്ന് ഗ്രീക്ക് സാമ്രാജ്യം വികസിപ്പിച്ചു. അങ്ങനെ ഗ്രീക്ക് സാമ്രാജ്യം ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ തലയിൽ കടന്നു വന്ന ഒരു കാര്യമാണ് ഹെലനൈസേഷൻ, അഥവാ
ആ യവന സംസ്കാരവും അവരുടെ ഭാഷയും ലോകം മുഴുവനും സ്പ്രെഡ് ചെയ്യണമെന്നുള്ളൊരാഗ്രഹം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാലത്തും അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞ് പിന്നീട് രാജ്യം 4 പിരിഞ്ഞു, അത് പിന്നെ 2 ചുരുങ്ങി. അങ്ങനെ സിലൂക്യസിൻ്റെയും ടോളമിയുടെയും കാലഘട്ടം വന്നപ്പോൾ ഈ ടോളമികളാകട്ടെ അവർ ഈ ഗ്രീക്ക് ഭാഷയ്ക്ക് വലിയ സംഭാവന കൊടുത്ത ആൾക്കാരാണ്. അവരുടെ ഭരണ സ്ഥിരാകേന്ദ്രം എന്ന് പറയുന്നത് ഈജിപ്തിലെ അലക്സാണ്ട്രിയ ആയിരുന്നു. അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ലൈബ്രറി ഉള്ള സ്ഥലമാണ്. പഠനങ്ങൾക്കും താത്വിക ചിന്തകൾക്കും എന്നുവേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വലിയ പ്രാധാന്യമുള്ള ഒരു പട്ടണമായിരുന്നു അലക്സാണ്ട്രിയ. അവിടെ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു. ക്രിസ്തീയ സഭയുടെ ചരിത്രം പഠിക്കുമ്പോഴും സഭയുടെ ഏറ്റവും തുടക്കത്തിൽ യെരുശലേമിലായിരുന്നു അതിൻ്റെ നിലനിൽപ്പെങ്കിൽ പിന്നത്തേതിൽ നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അന്ത്യോക്യയിലേക്ക് സഭയുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. അടുത്തൊരു ഹബ്ബായിട്ട് അന്ത്യോക്യ മാറുകയാണ്. തൊട്ടു പുറകിൽ നമ്മൾ കാണുന്നത് അലക്സാണ്ട്രിയയാണ്. അലക്സാണ്ട്രിയ വലിയ പ്രസിദ്ധമായൊരു സ്ഥലമാണ് ക്രിസ്ത്യാനിറ്റിക്കും അതിന് മുൻപുള്ള കാലത്ത്. എനിവേ, ആ ഒരു പീരീഡിൽ അലക്സാണ്ടറിൻ്റെ കാലത്ത് ഗ്രീക്ക് ഭാഷ വികാസം പ്രാപിച്ചു. ലോകം മുഴുവനും ആ ഭാഷ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അന്ന് ഗ്രീക്ക് ഭാഷ എല്ലാ സ്ഥലങ്ങളിലും എത്തി. കാരണം അവരുടെ ഭരണം എല്ലായിടത്തും ഉണ്ടല്ലോ. നിർബന്ധിതമായി ഗ്രീക്ക് പഠിക്കണമെന്നുള്ള നിലയിൽ നമ്മുടെ അമിത്ഷാ ഹിന്ദി പഠിക്കണമെന്ന് പറയുന്ന പോലെയാണ് അലക്സാണ്ടറും സേനാനായകന്മാരും ഒക്കെ പറയുന്നത് ഗ്രീക്ക് പഠിച്ചിരിക്കണം, എല്ലായിടത്തും ഗ്രീക്ക് സംസാരിക്കണമെന്നുള്ളത്. അതിന് നമ്മളെങ്ങനെ കാണുന്നതെന്നറിയാവോ? കാലസമ്പൂർണതയിൽ പുത്രൻ ഭൂമിയിലേക്ക് വരുമ്പോൾ മെഷിക എന്ന നിലയിൽ, വീണ്ടെടുപ്പുകാരൻ എന്ന നിലയിൽ ആ വരവ് വരുമ്പോൾ ലോകം മുഴുവനും ഒരു ഭാഷയാണ് ഗ്രീക്ക് ഭാഷ. കാരണം ആ സന്ദേശം സുവിശേഷത്തിൻ്റെ ആരംഭകാലത്ത് എല്ലായിടത്തും പോയി പറയാനായിട്ട് ഒരൊറ്റ ഭാഷയിൽ കാര്യങ്ങളൊക്കെ അനുകൂലമാക്കി കൊണ്ടുവന്നു. ഇനി രണ്ടാം വരവിനോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുമ്പോൾ ലോകം മുഴുവനും ഉപയോഗിക്കപ്പെടുന്ന ഭാഷകളിൽ ഒന്നാണ് ഇംഗ്ലീഷ്. ലോകത്തിൽ എവിടെ പോയാലും നമുക്ക് തട്ടിമുട്ടി ഇംഗ്ലീഷിൽ മുന്നോട്ട് കൊണ്ടുപോകാം, അല്ലേ? ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിലൊന്നാണ് ചൈനീസ്, അതുപോലെ സ്പാനിഷ്. പക്ഷെ അത് എല്ലാ ഇടങ്ങളിലും ഉള്ള ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഈ 2 ഭാഷ ഓർക്കുക, ഒന്ന് ഗ്രീക്ക്, ഒന്ന് ഇംഗ്ലീഷ്. ഗ്രീക്ക് എന്ന് പറയുമ്പോൾ മെഷിഹായുടെ വരവിനോടുള്ള ബന്ധത്തിലാണ് നമ്മളത് കാണുന്നത്, കാലസമ്പൂർണതയിൽ പുത്രൻ വന്നത്. ഇംഗ്ലീഷിനോടുള്ള ബന്ധത്തിൽ നോക്കുമ്പോഴോ, ഇന്ന് ഇംഗ്ലീഷ് ഭാഷ കയ്യിലുള്ള ധാരാളം മിഷണറിമാർ, ലോകത്തിൽ ആയിരക്കണക്കിന് ഭാഷകളുണ്ട്, ആ ദേശങ്ങളിലൊക്കെ കടന്നു ചെന്ന് ആ ഭാഷയിൽ പ്രസംഗിച്ച ആളുകളെ മടക്കി കൊണ്ടുവരുന്ന ചരിത്രം നമുക്കറിയാം. മണവാളൻ്റെ മടങ്ങി വരവിന് വേണ്ടി അവർ കടന്നു ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്, സുവിശേഷം അറിയിക്കുന്നു. അതിൻ്റെ അന്തം എന്താ? മണവാളൻ്റെ മടങ്ങി വരവ്. ആദ്യം എന്തായിരുന്നു? മിശിഹായുടെ വരവ്, ഇപ്പോൾ മണവാളൻ്റെ വരവ്. ഇങ്ങനെയൊക്കെയാണ് കാലങ്ങളെ ക്രമീകരിച്ചത്. അതിനിടയിൽ ഞാൻ പറയട്ടെ, അലക്സാണ്ടർ ഇല്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ അലക്സാണ്ടർ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അലക്സാണ്ടർ ഇല്ലെങ്കിൽ വേറെ ആരും തത്തുല്യമായിട്ട് വരില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. അതുപോലെ പിന്നീടുള്ള ചരിത്രം എല്ലാം എടുത്ത് പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ അന്തരമുണ്ട് കേട്ടോ. ഞാൻ ഈ പഴയ നിയമ കാലഘട്ടത്തെ ഒന്ന് പറഞ്ഞെന്ന് കരുതി പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതായത് പഴയ നിയമത്തിൽ കോരശൻ്റെ ഇടയനാണ്, പാർശി രാജാവായ കോരശൻ്റെ ഇടയൻ എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഉദ്ദേശത്തിന് വേണ്ടി കോരശിനെ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നെബൂഖദ്നേസറിന്റെ ദാസൻ എന്ന് പറയുന്നുണ്ട്, നെബൂഖദ്നേസറിനെ ഉപയോഗിക്കുന്നുണ്ട് പല കാര്യത്തിലും. അങ്ങനെ ഓരോരുത്തരെയൊക്കെ ഉപയോഗിക്കുന്ന കാര്യം കാണാം. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഏതെങ്കിലും രാജാവിനെയോ പ്രസിഡന്റിനെയോ ചക്രവർത്തിനെയോ ഒന്നും നമ്മൾ രംഗത്ത് കാണുന്നില്ല. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. കർത്താവിൻ്റെ സഭ ആരംഭിച്ചത് തികച്ചും പ്രതികൂല കാലാവസ്ഥയിലാണ്, ഒട്ടും അനുകൂല കാലാവസ്ഥയിലല്ല. നിങ്ങളത് ചിന്തിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അതൊരു വെളിപ്പാടായിട്ടാണ്. ഞാനും നേരത്തെ ചിന്തിച്ചിരുന്ന കാര്യമല്ല. പരിശുദ്ധാത്മാവ് ഈ കാര്യങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഉള്ളിൽ തന്ന വലിയൊരു ബോധ്യമാണ്. ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിൽ വരണ്ട നിലത്ത് ഇളയ തൈ പോലെ മുളച്ചു വന്ന ആ ഒരു വരവാണ് ക്രിസ്തീയ സഭയുടെ വരവ്. റോമൻ വാളുകളുടെ കീഴിൽ വലിയ പ്രതിസന്ധികൾ, ഉപദ്രവങ്ങൾ, ഞെരുക്കങ്ങൾ എന്നുവേണ്ട കഷ്ടങ്ങളുടെ പാരമ്യം അതിൻ്റെ മട്ടുവരെ വലിച്ചു കുടിക്കുന്ന അവസ്ഥയാണ്. അങ്ങനത്തെ സാഹചര്യത്തിലൂടെയാണ് അവർ ഉല്ലാസ പരമാർത്ഥതയോടുകൂടി ഈ വിശ്വാസത്തെ ഏറ്റുപറഞ്ഞുകൊണ്ട് ആനന്ദിച്ചു മുൻപോട്ട് പോയത്. അതൊരു മിസ്റ്ററിയാണ്. അതെല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമല്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നത്. കുറേ കൊല്ലങ്ങളായാലും ഇരുന്ന് കേൾക്കുന്നു. ചുമ്മാ ഒരു പെന്തിക്കോസ് ചർച്ചിൽ പോയി ഇത് പറഞ്ഞാൽ അവർ അന്തം വിട്ടുപോകും. എന്നതാ ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ച്. നമ്മുടെ മുമ്പിൽ ഇത് വെളിപ്പാടാണ്. ക്രിസ്തീയ സഭ ആരംഭിക്കുന്നത് ഒട്ടും അനുകൂല പരിസ്ഥിതിയിലല്ല. ആ ചിന്ത എൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഞാൻ അല്പം മുമ്പ് ഇങ്ങനെ ഇരുന്ന് ചില കാര്യങ്ങളിങ്ങനെ കുറിച്ചപ്പോൾ അത് എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഞാനിങ്ങനെ ഇവിടെ കുറിച്ചു വെച്ചു. ലോകത്തിലെ ഒരു ഭരണാധികാരിയുടെയും പിന്തുണയില്ലാതെയാണ് ക്രിസ്തീയ സഭ ആരംഭിച്ചത്. ഒരു ഭരണാധികാരിയുടെയും പിന്തുണയില്ലായിരുന്നു.
ആരുടെയും സപ്പോർട്ട് ഒരിക്കലും വാങ്ങിച്ചിട്ടില്ല. ചരിത്രത്തിലെങ്ങും ഒരു രാജാവിൻ്റെയോ ചക്രവർത്തിയുടെയോ ഒരു പ്രസിഡന്റിൻ്റെയോ ഒരു ചാൻസലറുടെയോ ആരുടെയും സപ്പോർട്ട് ദൈവസഭയ്ക്ക് കിട്ടിയിരുന്നില്ല. ദൈവസഭ എന്നും പോരടിച്ച് നിൽക്കുകയായിരുന്നു. സിസ്റ്റത്തോട് പോരടിച്ച് മുൻപോട്ട് പോയതാണ് ദൈവസഭയുടെ ആരംഭകാലം മുതൽ. എന്നാൽ ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിഞ്ഞ് റോമൻ ചക്രവർത്തി തന്നെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് വന്ന്, ക്രിസ്ത്യാനിറ്റിയുടെ ഒരു കുപ്പായം ഇട്ടുകൊണ്ട് വന്ന് അദ്ദേഹം മുൻപോട്ട് വന്നപ്പോഴും അന്നും ആളുകൾ പോരടിച്ച് നിന്നിട്ടുണ്ട്. ഭക്തന്മാർ അതിനോട് യോജിച്ചിട്ടില്ല. എല്ലാ കാലത്തും അങ്ങനെയല്ലേ. അന്ന് രാജാവിൻ്റെ ഔദാര്യങ്ങൾ പറ്റാൻ അവരിൽ പലരും വിസമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം എന്ത് ചെയ്തു? ആ ഔദാര്യങ്ങൾ പറ്റി ആ ആടയാഭരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അതിലൂടെ ലഭിക്കപ്പെട്ട പാനീയങ്ങളൊക്കെ മോന്തിക്കൊണ്ട് ഈ ലോകത്തെ ആവോളം ആസ്വദിച്ചു പലരും. ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ അവർ പതിയെ നടന്നു പോയത് ഇരുളിലേക്കായിരുന്നു. ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോയ ഒരു കാലം. അതാണ് നമ്മൾ 3 നൂറ്റാണ്ടിന് ശേഷം കാണുന്നത്. അപ്പോൾ ഞാൻ ചുരുക്കി പറയുകയാണ്, കഴിഞ്ഞ ദിവസം പറഞ്ഞതിൻ്റെ ഒരു ബാലൻസ് പോലെയാണ് നിങ്ങളുടെ ഉള്ളിൽ ഇത് കിടക്കണം. ഒരു കാലത്തും സ്വർഗത്തിലെ ദൈവത്തിന് ഒരു ഭരണാധികാരിയുടെ സപ്പോർട്ട് വേണ്ട. ആ സപ്പോർട്ടൊന്നും ഇല്ലാതെയാണ് ഫിലിപ്പിൻ്റെ കൈസരിയിൽ നിന്ന് പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, ആരുടെയും സപ്പോർട്ടില്ലാതെ ഞാൻ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ അതിജീവിക്കില്ല. ലോകത്തിലെ എല്ലാ ഭരണാധികാരിയെയും പാതാള ഗോപുരം നിയന്ത്രിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ കൊച്ചു കേരളത്തിലെ ഭരണാധികാരിയെ ദൈവത്താലാണ് എല്ലാം ആക്കപ്പെടുന്നതെങ്കിലും നിയന്ത്രിക്കുന്ന പല കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഈ വാഴ്ചകളും അധികാരങ്ങളും ഒക്കെയാണ് നിയന്ത്രിക്കുന്നത്. ഇപ്പം പറഞ്ഞ പാതാള ഗോപുരങ്ങളൊക്കെ അവർ പാതാളത്തിൽ സെനറ്റ് മീറ്റിംഗ് കൂടിയിട്ട് അവർ തീരുമാനം മറ്റേ പുള്ളിക്ക് സെക്രട്ടേറിയറ്റിലേക്ക് കൊടുക്കും. നമ്മുടെ പുള്ളിക്ക് ഒരു 400 ബാർ അങ്ങ് തുടങ്ങിക്കോ, ഒരു 400 ബാർ. മറ്റേ പുള്ളിക്കാരൻ കുറച്ച് അടച്ചുപൂട്ടിയായിരുന്നല്ലോ, അത് സാരമാക്കണ്ട, ഒരു 400 ബാർ അങ്ങ് തുടങ്ങിക്കോ. പട്ട ഷാപ്പ് ഇത്ര തുടങ്ങിക്കോ, കള്ള് ഷാപ്പ് ഇത്ര തുടങ്ങിക്കോ. അതൊക്കെ താഴെ ജനറൽ ബോഡി കൂടിയിട്ട് അവിടുന്ന് മെസ്സേജ് കൊടുക്കും. PBക്ക് മെസ്സേജ് കൊടുക്കും, അല്ലെ ഹൈക്കമാൻഡിന് മെസ്സേജ് കൊടുക്കും. നിങ്ങൾ എന്നാ വിചാരിക്കുന്നത്? ഹൈക്കമാൻഡ് കൂടുമ്പോൾ 90 സങ്കീർത്തനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കൂടുമ്പോൾ 90 സങ്കീർത്തനം വായിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇപ്പം ചിലർ ചിന്തിക്കുകയായിരിക്കും, അമേരിക്കൻ പ്രസിഡന്റ് ബൈബിളെ തൊട്ടിട്ടാണ് സത്യം ചെയ്യുന്നതെന്നൊക്കെ. എൻ്റെ പൊന്നെ, എനിക്കിതൊക്കെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ബൈബിളെ തൊട്ടിട്ടെന്നാ കാര്യം? കത്തോലിക്കിൻ്റെ വീട്ടിൽ ബൈബിൾ ഇരിപ്പുണ്ട്, വിളക്കും കത്തിച്ച് വെച്ചാൽ അത് വെച്ചേക്കുന്നത്. അതങ്ങനെ വെച്ചിട്ടൊന്നും കാര്യമില്ലെന്നേ. അല്ല പിന്നെ ചില കാര്യങ്ങൾ LGBTക്കെതിരെ ചില തീരുമാനങ്ങൾ എടുത്തില്ലേ, അങ്ങനെ കുറേ മേമ്പൊടികളൊക്കെ എടുക്കും, എല്ലാ മേമ്പൊടികളും എടുക്കും. ഞാൻ തീർത്ത് പറയാണ്, നിങ്ങളൊരു ഭരണാധികാരിയും ചാരാൻ പോണ്ട, ആർക്കും വേണ്ടി നിൽക്കാൻ പോണ്ട, ആർക്കും വേണ്ടിയും വാദിക്കാൻ നിൽക്കണ്ടെന്നേ. എതിരായിട്ടും പറയാൻ പോകരുത്. രണ്ടും കൂടെ പറയുക, ആർക്കും എതിരെയും പറയാൻ പോകണ്ട. നമുക്ക് പൊളിറ്റിക്കലായിട്ടുള്ള ആശയങ്ങളുണ്ട്, ആ ആശയങ്ങളൊക്കെ അത് മിനിമം പറഞ്ഞു നിർത്താം. മിനിമത്തിന് അപ്പുറത്തേക്ക് കടന്നു പോകാൻ പാടില്ല. അധികാരത്തിലിരിക്കുന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നമുക്ക് മിനിമം കാര്യങ്ങൾ പറയാം, അവരുടെ നയങ്ങളെ നമുക്ക് ക്രിട്ടിസൈസ് ചെയ്യാം, അതൊക്കെ ഓക്കെയാണ്. പക്ഷെ അവരില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കില്ല, അവർ അനിവാര്യരാണെന്നൊന്നും പറഞ്ഞേക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 2000 കൊല്ലം ആരും അനിവാര്യരല്ലായിരുന്നു ദൈവസഭയ്ക്ക്, ആണോ? ഈ 2000 കൊല്ലേ ആരും അനിവാര്യരല്ലായിരുന്നു. നിങ്ങൾ നോക്കുക, ഒരു ക്രിസ്ത്യൻ കൺട്രി, നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരു ക്രിസ്ത്യൻ കൺട്രി എന്നുള്ള നിലയിലാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ളൊരു കൺട്രി എന്നുള്ള നിലയിലാണ് ബ്രിട്ടനെ അറിയപ്പെടുന്നത്, ഗ്രേറ്റ് ബ്രിട്ടൻ. ആ ഗ്രേറ്റ് ബ്രിട്ടനിലെ മതം എന്ന് പറയുന്ന ആംഗ്ലിക്കൻ മതമാണ്. ആംഗ്ലിക്കൻ മതം, കാത്തലിക് ചർച്ചിൽ നിന്ന് പുറത്തു വന്ന ആംഗ്ലിക്കൻ മതം. ആ ആംഗ്ലിക്കൻ മതമുള്ള ആ ബ്രിട്ടൻ്റെ ഒരു സംവിധാനമായിരുന്നല്ലോ ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയൊക്കെ. ആ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യ ഭരിക്കുന്ന സമയത്ത് ഇവിടെ കടന്നു വന്നിട്ടുള്ള മിഷണറിമാർക്ക് അനുഭവിക്കേണ്ടി വന്ന കട്ടപ്പാടുകൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ? എൻ്റെ മെമ്മറിയിലെല്ലാം ഇരിപ്പില്ല, എങ്കിലൊരു ചെറിയ ചിന്തയുള്ളത് മെക്കാളയുടെ കാലത്താണോ മൺട്രോയുടെ കാലത്താണോ, ഈ രണ്ടും എന്തോ ഒരു കൺഫ്യൂഷൻ കിടപ്പുണ്ട്. അവരുടെ രണ്ടുപേരുടെ ആരുടെയൊക്കെ കാലത്ത് എന്തൊക്കെയോ ചില ഒരു ചെറിയ കട്ടൻ ചായ മധുരമിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രം. അതിന് മുമ്പും ബിമ്പും ഉള്ള ആളുകളിൽ നിന്നൊന്നും ഒരു ആനുകൂല്യവും കിട്ടിയിട്ടില്ല. വില്യം കേറിയൊക്കെ എയറിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിച്ചത്. സെറാംപൂറിൽ എയറിൽ എന്ന് പറഞ്ഞാൽ 2 കാലം നിലത്ത് കുത്താൻ പറ്റാതെ ഈ കൽക്കട്ട പട്ടണത്തിലൂടെ നടക്കാനായിട്ടൊരു സാവകാശമില്ല. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനമാണ്. അതേസമയം കുറച്ച് മാറിക്കഴിഞ്ഞിട്ട് ഡച്ചുകാരുടെ ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ മറ്റോ പോയാണ് ഇവർ പ്രവർത്തനം ആരംഭിച്ചത്. അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ചുരുക്കി പറയാം കേട്ടോ, ഒന്നും തോന്നരുത്. ഒരു ഭരണാധികാരിയുടെ സപ്പോർട്ട് എൻ്റെ കർത്താവിന് വേണ്ട, ഓരോരുത്തരുടെ സപ്പോർട്ട് വേണ്ട. ഞാൻ എൻ്റെ സഭയെ പണിയും, ആരുടെയും സപ്പോർട്ടില്ലാതെ പണിയും.
ഒരു പാതാള ഗോപുരം അതിനെ ജയിക്കുകയില്ല. പാതാള ഗോപുരത്തിൻ്റെ യാതൊന്നും വേണ്ട. അത് ദൈവമക്കൾ എല്ലാ കാലത്തും ഓർത്തിരിക്കണം. ഈ കാര്യം ഞാൻ ആമുഖത്തിൽ കഴിഞ്ഞ ആഴ്ചയുടെ ഒരു തുടർച്ചയെന്നോണം പറയുകയാണ്. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ പിന്നത്തേതിൽ എന്നെ അറിയിക്കുക. നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് പിന്നാലെ ചിന്തിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് നേരെ കിടക്കാം. സമയം പോയെങ്കിലും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം. നമുക്ക് കാര്യങ്ങളെ പറഞ്ഞ് തന്നെ പൂർത്തീകരിക്കണം. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മൾ ആശീർവാദം പറയുന്നതിന് മുമ്പാണെങ്കിലോ. അതുകൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞ് കേട്ടിട്ട് അങ്ങ് പോയേക്കാം. ഞാൻ നിങ്ങളെ ഒത്തിരി പരിശോധനകളിലേക്കും പരീക്ഷകളിലേക്കും ഒന്നും വിടില്ല. എൻ്റെ മുമ്പിൽ ക്ലോക്കുണ്ട്, ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ രീതിയിൽ തന്നെ പരിജ്ഞാനത്തിൽ കൈകാര്യം ചെയ്യാൻ മാക്സിമം ഉത്സാഹിച്ചോളാം. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ശരീരത്തിൻ്റെ സമർപ്പണം എന്നുള്ളൊരു വിഷയമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശരീരത്തിൻ്റെ സമർപ്പണം. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ ശരീരത്തിൻ്റെ സമർപ്പണത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും പറയുകയൊക്കെ ചെയ്ത് മുൻപോട്ട് വന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ നമ്മുടെ യൗവനക്കാരോടുള്ള ബന്ധത്തിലൊക്കെ കുറേ കാര്യങ്ങളെ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഒരു തരത്തിലൊരു അസ്വസ്ഥനാണ്. ഫലപ്രദമായിട്ട് എനിക്ക് ആ കാര്യങ്ങളെ പറയാൻ പറ്റിയോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. എന്തൊക്കെയോ എൻ്റെ ഉള്ളിലുണ്ട്. ഗൗരവമായ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനെ വേണ്ട വിധത്തിൽ എല്ലാവരും ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളൊരു സന്ദേഹം എനിക്കുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ എന്താ പറഞ്ഞത്? ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ യൗവനക്കാരായ മക്കൾ കേൾക്കുന്നില്ലെങ്കിൽ, അവർക്ക് എൻ്റെ ശബ്ദം താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾ തന്നെ ആ കാര്യങ്ങളെ അവരെ അറിയിക്കുക, അവരെ ബോധ്യപ്പെടുത്തുക, കാര്യത്തിൻ്റെ ഗൗരവം അവരുടെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുക. കാരണം അവർ പോകുന്ന വഴിക്കൊന്നും ഇത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. ചില ആൾക്കാർ പറഞ്ഞ എക്സ്ക്യൂസുകൾ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അവർക്ക് 25 വയസ്സല്ലേ ഉള്ളൂ, 30 വയസ്സല്ലേ ഉള്ളൂ. ഇപ്പം അങ്ങനെ 90 വയസ്സുകാരൻ്റെ ആ ഒരു പക്വതയും പാകതയൊക്കെ അവരിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കേട്ടാൽ ന്യായമായിട്ട് തോന്നും. പക്ഷേ സഹോദരങ്ങളെ, ഈ 90കാരൻ്റെ ഉള്ളിലും ഈ 30കാരൻ്റെ 25കാരൻ്റെയും 15കാരൻ്റെ ഉള്ളിലൊക്കെ വരുന്ന ഒരേ ഒരു പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന് അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല. ആ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ നടത്തുമെന്നാണ് വചനം പറയുന്നത്. നമ്മെ നടത്തും. പരിശുദ്ധാത്മാവിനെ ആലോചനക്കാരൻ എന്നാണ് വിളിക്കുന്നത്, കൗൺസിലർ എന്നുള്ള നിലയിൽ. അപ്പോൾ നമുക്ക് ആലോചന പറഞ്ഞു തന്ന് ഇടത്തും വലത്തും പരിശുദ്ധാത്മാവിന് കഴിയുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. പരിശുദ്ധാത്മാവിന് കഴിയും, നമ്മെ നടത്താൻ കഴിയും. അതെങ്ങനെ സാധിക്കും? നാം സമർപ്പിതരാണെങ്കിൽ. ഏത് യൗവനക്കാരനാകട്ടെ യൗവനക്കാരത്തിയാകട്ടെ, അവർ സമർപ്പിതരാണെങ്കിൽ നിശ്ചയമായും അവരെ പരിശുദ്ധാത്മാവ് നടത്തും. ഇപ്പോൾ 25 വയസ്സ് പ്രായമുള്ള ഒരു യൗവനക്കാരൻ അവൻ്റെ പഠനത്തിൻ്റെ ഏതോ ഒരു ഘട്ടത്തിലെത്തിയതിന് ശേഷം ഇന്ത്യൻ എയർഫോഴ്സിലോ അതുപോലെ ഇന്ത്യയുടെ DRDOയിൽ, അതായത് ഡിഫൻസിൻ്റെ പ്രധാനപ്പെട്ട സംഭവമാണല്ലോ DRDO, അതിൻ്റെ ആസ്ഥാനം ഹൈദരാബാദാണ്. അപ്പോൾ DRDOയിലൊക്കെ, അവിടെയാണ് ഈ മിസൈലൊക്കെ ഉണ്ടാക്കുന്നത്, അവിടെയൊക്കെ എന്തെങ്കിലും ഉദ്യോഗം കിട്ടിയിട്ട്, അല്ലെ നമ്മുടെ ഇവിടെ ബാംഗ്ലൂർ മറ്റേ സാധനം ഉണ്ടല്ലോ, റോക്കറ്റൊക്കെ വിടുന്ന പരിപാടി ഇവിടെയാണല്ലോ അതിൻ്റെ ആസ്ഥാനം. പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് തുമ്പയിലും അതുപോലെ ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചെയിനാണല്ലോ അത്. ഇവിടെയൊക്കെ ജോലി കിട്ടുകയാണെങ്കിൽ നമ്മുടെ യൗവനക്കാരോടുള്ള ബന്ധത്തിൽ അവരെത്ര പഞ്ചലായിരിക്കും അല്ലേ? ഇന്ന രീതിയിലാണ് വേഷവിധാനം, അവിടെ ബാഡ്ജ് ഇവിടെ ഇങ്ങനെ തൂക്കിയിടണം, ഈ ഇടത് സൈഡിലാണ് തൂക്കിയിടേണ്ടത്. അപ്പോൾ നമ്മുടെ മോൻ പറയാ, എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, ഞാൻ വലത് സൈഡിൽ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞാൽ റോക്കറ്റ് വിടാൻ പറ്റുമോ അങ്ങനെയൊക്കെ തൂക്കിയിട്ടാ? ഓരോ കാര്യങ്ങളും അവർ പറയുന്നത് പോലെ നിഷ്കർഷകൾ പാലിക്കില്ലേ? എല്ലാ കാര്യങ്ങളും പാലിക്കും. അറിയപ്പെടുന്നൊരു സയൻറ്റിസ്റ്റ് ആകണ്ടേ? അതിനാണ് പപ്പയും മമ്മിയും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. മോനിപ്പോൾ എവിടെയാ? മോൻ VSSCയിലാണ്. അവിടുത്തെ കൊള്ളാവുന്ന ഒരു ചെറിയ സയൻറ്റിസ്റ്റാണ്. നാളെയോ അവൻ അതിൻ്റെ തലപ്പത്ത് വരണം. ഈ സോമനാഥിനെ മാറ്റിക്കഴിയുമ്പോൾ എൻ്റെ മോൻ അവിടെ വരണം. വലിയ ആഗ്രഹമാണ്. സോമനാഥിന് പകരം അവിടെ വന്നിരിക്കണം. സ്വപ്നങ്ങളാത്. തെറ്റില്ല കേട്ടോ, തെറ്റില്ല. അതിനകത്തെന്നാ തെറ്റിരിക്കുന്നത്? അതിനകത്തൊരു തെറ്റുമില്ല. സോമനാഥിന് പകരം എൻ്റെ മോൻ ഇന്ത്യയിൽ ഒരു പെന്തിക്കോസുകാരൻ ഇസ്രോയുടെ തലപ്പത്ത് വരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ എന്നാ ചെയ്യുന്നത്? അവൻ കാള കളിച്ച് കിടക്കുകയാണോ? അവൻ ചുമ്മാ ഒരു ചെറിയ സയൻറ്റിസ്റ്റായിട്ട് വരികയാണ്. ആ സയൻറ്റിസ്റ്റായിട്ട് വരുന്ന അവനെ തുമ്പയിലും അവിടുന്ന് വലിയ മലയിലേക്കും പിന്നെ ചെറിയ മലയിലേക്കും ഒക്കെ കറക്കും. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർക്ക് ഒരു തട്ടും. ഇവിടെ നിന്ന് ഹാസൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ഹാസനിലേക്ക് ഒരു തട്ടും. അവിടെ നിന്ന് പിന്നെ അവനെ ശ്രീഹരിക്കോട്ടയിലേക്ക് ഒരു തട്ടും. അവിടെ നിന്ന് ഒറീസയിലെ അവിടെ എങ്ങാണ്ടൊരു കോസ്റ്റൽ സൈഡിൽ ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ടൊരു തട്ടും. അവൻ എത്ര സന്തോഷത്തോടെയാണ് പോകുന്നതെന്ന് അറിയാവോ? അവനൊന്നും ഒരു പരാതിയും പറയുന്നില്ല. കാരണം എന്നാ? അവൻ ഇന്ത്യയിലെ അറിയപ്പെടുന്ന വലിയ ശാസ്ത്രജ്ഞനാകണം. അത്രേ വലിയ ശാസ്ത്രജ്ഞൻ. സഭയായിട്ട് പ്രാർത്ഥനയാണ്.
ഇങ്ങനൊരു ശാസ്ത്രജ്ഞൻ വളർന്നു വരുന്നു, അത് ഞങ്ങളുടെ പെന്തിക്കോസ് സംഘടനയ്ക്ക് ഒരു അഭിമാനമാണ്. ഇതാ നോക്കി നിൽക്കുമ്പോൾ ചന്ദ്രയാൻ ദൗത്യത്തിൻ്റെ തൊട്ട് പുറകിൽ അവനുണ്ട്. ചന്ദ്രയാൻ ദൗത്യം, ചന്ദ്രനിതാ പേലോട് അവിടെ തൊടാൻ പോകുന്നു, സോമനാഥിൻ്റെ പുറകിൽ അവൻ നിൽപ്പുണ്ട്. ചുമ്മാ ഭാവന കണ്ടേരെ, കാജിൻ്റെ ടാക്സ് കൊടുക്കണ്ടല്ലോ. പേലോഡിൻ്റെ പുറകിൽ അവൻ പേലോഡ് ഇതാ മുട്ടിക്കുന്നു, താഴെ ഇറക്കുന്നു. മറ്റന്നാൾ സോമനാഥ് പെൻഷൻ പറ്റുന്നു. അവിടേക്ക് നമ്മുടെ ഈ ചാക്കോച്ചനെ അങ്ങോട്ട് കൊണ്ടുവരികയാണ് ശാസ്ത്രജ്ഞനായിട്ട്. നിങ്ങൾ നോക്കണം, ഇവൻ ചുമ്മാ ഓടിക്കേറി വന്നിരിക്കുകയാണ് അവിടെ. ഇവൻ അനുഭവിച്ച പങ്കപ്പാടുകൾ, കട്ടപ്പാടുകൾ, എന്തെല്ലാം കാര്യങ്ങളെ ഇവൻ അനുഭവിച്ചത്. അങ്ങനെയല്ലോ, ഇവൻ എന്തെല്ലാം കട്ടപ്പാടുകളാണ് അനുഭവിച്ചത്. ഇവൻ എത്ര സമർപ്പിതനായിരുന്നു. നിങ്ങളിത് ലാഘവത്തോടെ കേട്ടിരിക്കരുത്. ഇവൻ സമർപ്പിതനായിരുന്നു, ഭയങ്കര സമർപ്പണമായിരുന്നു. ഇവനോട് ഇത്രയും സമർപ്പണമൊന്നും വേണ്ട മോനെ എന്ന് പറഞ്ഞാലും അങ്ങനെയൊന്നും അല്ല. എനിക്ക് സോമനാഥ് കഴിഞ്ഞിട്ട് ശാസ്ത്രജ്ഞനാകണം, അല്ലല്ലോ ചെയർമാനാകണം, ഇസ്രോയുടെ ചെയർമാനാകണം, ബഹിരാകാശ സംവിധാനത്തിൻ്റെ മുഴുവൻ ഒരു പെന്തിക്കോസുകാരൻ ആദ്യമായിട്ടൊരു ചെയർമാൻ ആകണമെന്ന് പറഞ്ഞപ്പോൾ വാശിക്കാണ് സമർപ്പണത്തിലിരിക്കുന്നത്. ശരി, ഒരു 60 വയസ്സ് കഴിഞ്ഞ് ഇവനും അടുത്തൂൺ പറ്റി വീട്ടിൽ പോകണ്ടേന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ ചന്ദ്രയാൻ്റെ പുറകിൽ നിൽക്കാൻ പറ്റുമോ? ഒരു അല്പകാലത്തേക്ക് കൂടി വന്ന 1-2 കൊല്ലത്തേക്കൊക്കെ ഈ ചെയർമാൻ്റെ പോസ്റ്റിൽ ഇരിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ ഏറ്റവും അവസാനമല്ലേ അത് കിട്ടുന്നത്. പിന്നെ പെൻഷൻ പറ്റുമല്ലേ. ആ ഒരു കുറഞ്ഞ കാലം ഇതിൻ്റെ തലപ്പത്തിരിക്കാൻ വേണ്ടി കാണിച്ച ഉത്സാഹവും അത്യുത്സാഹവും അതിൻ്റെ സമർപ്പണമൊക്കെയാണ് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചത്. അങ്ങനെയൊക്കെയാണ്. എത്രയോ പിള്ളേരാണെന്നറിയാവോ, സഭായോഗത്തിനൊക്കെ അവർ ചിലപ്പോൾ കാണില്ല. എന്നാ മോൻ എക്സാമാണ്. സഭായോഗമൊക്കെ മുടക്കിയിട്ട് നിൻ്റെ എക്സാം, നീയൊന്നും നന്നാവാൻ പോകുന്നില്ല. പ്രാക്കൊന്നും അല്ല കേട്ടോ, നീയൊന്നും നന്നാകാൻ പോകുന്നില്ല. മോൻ പ്രാർത്ഥനയ്ക്കൊന്നും വരില്ല. മോൻ പഠിച്ചുകൊണ്ടിരിക്കുക. പിന്നെ മോൻ ഭയങ്കര പരിപാടി ചെയ്യാൻ പോവപ്പോൾ എന്നാ പഠിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. ഈ ഭൂമി നിലനിൽക്കുന്ന കാര്യം ആദ്യം ചിന്തിക്കണ്ടേ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് 15 വയസ്സ് പ്രായം എന്നാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ഇതുവരെയുള്ള അറിവ് അതാ. അങ്ങനെ ഒരു കൊച്ചാണ് ഇന്നലെ പെട്ടെന്ന് ശ്വാസതടസ്സം വന്ന് വേർത്ത് കുളിച്ച്, എന്താ വേർപ്പെന്ന് മനസ്സിലാക്കിക്കോ, നേരെ ആംബുലൻസിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. എല്ലാവരും പഠിക്കുക. അപ്പോൾ പലരുടെയും ജീവിതത്തിൽ ഇങ്ങനെ വേർക്കുന്നില്ലായിരിക്കാം, നല്ല ആരോഗ്യത്തിലായിരിക്കാം. എപ്പോഴാണ് വേർക്കുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക യൗവനക്കാരാ. എനിക്കതാ പറയാനുള്ളത്. ഏത് യൗവനക്കാരോടും യൗവനക്കാരികളോടും എനിക്ക് അതാണ് സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക, ദൈവത്തെ ഭയപ്പെടുക. അപ്പം ഞാൻ എന്തിനാ ഇത്രയും വലിയ ഉദാഹരണം പറഞ്ഞ് എത്ര സമയം എടുത്തത് പറഞ്ഞെന്നറിയാവോ? ഈ നിസാര കാര്യത്തിന് ഇങ്ങനെ ഒരു സമർപ്പണമാണെങ്കിൽ ആത്മീയ ജീവിതത്തിൽ ഈ ഒരു സമർപ്പണം വേണോ വേണ്ടയോ? ഒന്ന് ആലോചിക്കുക അമ്മയപ്പന്മാരെ. എല്ലാ അമ്മയപ്പന്മാരെയും ഞാൻ അറസ്റ്റ് ചെയ്ത് നിർത്തിയിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. നിങ്ങളുടെ മക്കളെ ഇസ്രോയുടെ ചെയർമാനാക്കാൻ വേണ്ടി ഇത്രയും സമർപ്പണത്തിലാണെങ്കിൽ വരാൻ പോകുന്ന പുതിയ ഭൂമിയിൽ വെളിപ്പെടുന്ന പുതിയ യെരുശലേമിന് വേണ്ടി ഒരു സമർപ്പണവും ഉത്സാഹവും അത്യുത്സാഹവും ഒക്കെ വേണ്ടേ? പത്രോസ് എന്താ പറഞ്ഞെന്നറിയാവോ? ആ 2 പത്രോസ് തുറന്നു വെച്ചാൽ അങ്ങനെ തന്നെ ഇരിക്കുക, അത് മറിഞ്ഞും പോയിട്ടില്ല. പത്രോസ് പറയുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട്, അങ്ങനെ ദിവ്യ സ്വഭാവത്തിന് പങ്കാളികളായി തീരേണ്ട കാര്യമൊക്കെ പറഞ്ഞിട്ട് ചില കാര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരണമെന്നാണ് പറയുന്നത്. അങ്ങനെ വർദ്ധിച്ച് എല്ലാം കൂട്ടിക്കോളാൻ പറയാണ്. എല്ലാം കൂട്ടി അവസാനം പറയുന്നത് എന്താ? സഹോദരപ്രീതിയോട് സ്നേഹവും. ഏറ്റവും ഒടുക്കം പറഞ്ഞിരിക്കുന്നത് സ്നേഹം കൂട്ടിക്കൊള്ളണമെന്ന്. ഇപ്പോൾ ഉള്ള സ്നേഹം പോരാ, ഇനിയും ദൈവസ്നേഹത്തിൽ വർദ്ധിച്ചു വരണം. സ്നേഹം കൂട്ടിക്കൊള്ളുവിൻ. ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലരും ആയിരിക്കില്ല. മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂട്ടിക്കൊള്ളുന്നുണ്ടെങ്കിൽ, വർദ്ധിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതിൽ നിങ്ങൾ ഉത്സാഹിക്കുന്നുണ്ടെങ്കിൽ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് നിങ്ങൾ ഉത്സാഹമില്ലാത്തവരും ആയിരിക്കില്ല. ഇതൊന്നും വർദ്ധിപ്പിക്കുന്നില്ലെങ്കിലോ? അല്ല, ഞങ്ങളെല്ലാം സൂം മീറ്റിങ്ങിൽ പോകാറുണ്ട്. ഞങ്ങളെ ആ പാസ്റ്റർ ഉണ്ടല്ലോ, സജി പാസ്റ്ററാണ്. അതുകൊണ്ട് വല്ലതും വർദ്ധിക്കുന്നുണ്ടോന്നേ? പത്രോസ് ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ന് പത്രോസ് ചോദിക്കാൻ ഇവിടെ ഇല്ല. പത്രോസ് മൺമറഞ്ഞു പോയി. ഇന്നുള്ള ജൂനിയർ പത്രോസായി ചോദിക്കുന്നത് വല്ലതൊക്കെ വർദ്ധിക്കുന്നുണ്ടോ? കാലങ്ങളായില്ലേ കേൾക്കുന്നു. അതിനനുസരിച്ചൊരു വർധനമുണ്ടോ? മുന്നേറ്റമുണ്ടോ? ബോധ്യമുണ്ടോ? ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനകത്ത് തന്നെ നമ്മെ അറസ്റ്റ് ചെയ്ത് നിർത്തി ശ്വാസം കെട്ടിക്കളയുന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞത്. കേവലമായ കാര്യത്തിന് വേണ്ടി നമ്മൾ ഇത്രയും സമർപ്പണമാണെങ്കിൽ,
മോൾ IELTS പോയത് നിങ്ങളൊന്ന് ഓർത്തു നോക്കി. മറന്നുപോയോ? ഇത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നായിരുന്നു പഠനം? മരിച്ചു കിടന്നായിരുന്നു അവൾ പഠിച്ചത്. മരിച്ചു കിടന്ന് പഠിക്കുകയായിരുന്നു. അവളും അതെ, അവനും അതെ. എന്തിനാ? എനിക്ക് വല്ല പ്രകാരത്തിലും ന്യൂയോർക്കിൽ എത്തണം. എൻ്റെ കർത്താവേ, ഞാൻ ഈ MSc നഴ്സിംഗ് പഠിച്ചത് വൃഥാവായി പോകരുത്. എനിക്ക് വല്ല പ്രകാരത്തിലും ന്യൂയോർക്കിൽ JF കെന്നഡി എയർപോർട്ടിൽ ഇറങ്ങണം. പ്രവാചകൻ്റെ വാക്കുകളുണ്ട്. മഞ്ഞ് പെയ്യുന്ന ഈ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പ്രത്യേകത, അവിടെ കൂടുതലും മഞ്ഞ് പെയ്യും. നമ്മുടെ ഈ ലിസ സഹോദരിയുള്ള സ്ഥലത്തൊന്നും മഞ്ഞ് പെയ്യില്ല. അതായത് നല്ല ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്താണ് ശരിക്കും മഞ്ഞ് പെയ്യുന്നത്. കൂടുതൽ മഞ്ഞ് പെയ്യും അവിടെ. അപ്പോൾ അങ്ങനെ ആ മഞ്ഞ് പെയ്യുന്ന സ്ഥലത്തേക്ക് ഈ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഓർത്ത്, ആ പ്രവചന വാക്കുകളൊക്കെ ഓർത്തിട്ടാണ് അവളെ ഉത്സാഹിക്കുന്നത്. പറഞ്ഞപ്പോഴാണല്ലോ ആ മോളോട് ചില കാര്യങ്ങളുണ്ട് കേട്ടോ, ഞാനിങ്ങനെ പറയുന്നതിൻ്റെ പിന്നിൽ നിങ്ങൾ സഹകരിക്കണം, കോപ്പറേറ്റ് ചെയ്യണം. ചില കാര്യങ്ങളുണ്ട്. അത് ആ മോളോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അയ്യോ, എനിക്ക് IELTS എഴുതാനുണ്ട്, പഠിക്കാനുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിലോ, അത് പിന്നെ പോകാനുള്ള തിരക്കാണ്. വിമാനം നെടുമ്പാശ്ശേരി വന്ന് കിടക്കുക, അതുകൊണ്ട് ഞാൻ തിരക്കിലാണ്. തുണി അലക്കാനുണ്ട്, തേക്കാനുണ്ട്, വിമാനം പോകും, അതുകൊണ്ട് ഞാൻ വളരെ ഉത്സാഹത്തിലാണ്. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്നറിയാവോ? കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചില പ്രിയപ്പെട്ടവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അവർ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സാജി പാസ്റ്റർ എന്നെ കാര്യങ്ങളായി പറയുന്നത്, ഭയങ്കര കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പ്രശംസയാകട്ടോ എനിക്ക് കിട്ടിയത്. നിങ്ങളാരും കണ്ണടിച്ചിട്ട് കാര്യമില്ല, എനിക്ക് ചെറിയ പ്രശംസയാണ് അവർ തരുന്നത്. നല്ല പാസ്റ്ററാണെന്നാണ് പറയുന്നത്, മിടുമിടുക്കനാണെന്നാണ് പറയുന്നത്. അങ്ങനെയെല്ലാം പറഞ്ഞു വന്നപ്പോൾ ഞാൻ തിരിച്ചു ചോദിച്ചു, അല്ല, നമ്മുടെ മൂത്ത മോനുണ്ടല്ലോ, മൂത്ത മോൻ, അവനോടുള്ള ബന്ധത്തിൽ രണ്ടാമത്തെ മോള്, വലിയ പ്രായമില്ലെന്നേ, ഒരു വലിയ പ്രായ വ്യത്യാസമൊന്നുമില്ല, 1 വയസ്സോ 1.5 വയസ്സിൻ്റെ പ്രായ വ്യത്യാസമുള്ളൂ. അവരൊക്കെ ഇത് കേൾക്കുമെന്ന് ചോദിച്ചപ്പോൾ കേൾക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കേൾക്കുമെന്നൊരു ഉറപ്പില്ല. മാതാപിതാക്കളോട് രണ്ടുപേരോടും ചോദിച്ചു. അപ്പോൾ അവർക്ക് അത്ര ഉറപ്പില്ല. അല്ല, അവർ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരൊക്കെ അല്ലേ, അവരിതൊക്കെ കേട്ടാൽ എന്താ കുഴപ്പം? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ചില കാര്യങ്ങൾ ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിച്ചില്ലേ നിങ്ങളെ? അടുപ്പിച്ച് പിടിച്ചാണ് കൊണ്ടുവന്ന് കാണിച്ചത്. ഈ കാണുന്നത് സമാഗമന കൂടാരത്തിൻ്റെ പിക്ചറാണ്. ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത് ദൈവസഭയുടെ നിഴലാണ്. മൂത്ത മോൻ്റെയും രണ്ടാമത്തെ മോളുടെയും നിഴലാണ് ഈ കാണുന്ന കൂടാരം. മൂത്ത മോൻ്റെ നിഴലായത്. പിന്നെ ഈ കൂടാരം എന്ന് പറയുന്നത് മൂത്ത മോൻ്റെ നിഴലാണ്. മൂത്ത മോനും നഴ്സിംഗാണ് പഠിച്ചിരിക്കുന്നത്, രണ്ടാമത്തെ മോളും നഴ്സിംഗാണ് പഠിച്ചിരിക്കുന്നത്. രണ്ടുപേരും നഴ്സിംഗാണ്. രണ്ടുപേരും വിദേശ രാജ്യങ്ങളിൽ പറക്കാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെ നിഴലാണിത്. അപ്പോൾ അവരെ സംബന്ധിച്ച് ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നത് നല്ലതല്ലെന്ന് ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാനാ? അവർക്ക് ആ ഒരു ഉത്സാഹം വരണ്ടേ? ആ ഒരു ഉത്സാഹത്തിലേക്ക് വരണ്ടേ? അവർക്ക് കാര്യങ്ങളൊക്കെ ഏത് രീതിയിൽ അറിയാം? നിങ്ങൾ രസം കേൾക്ക്. ഈ മൂത്തവൻ ഒരു സിറിയൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വിശ്വാസി വന്നവരാണ്. മൂത്തവൻ അവനൊരു കല്യാണാലോചന വന്നു. മൂത്തവനൊരു വിവാഹാലോചന വന്നു. ആ വിവാഹാലോചന ഇവരുടെ ഒപ്പം ഇങ്ങനെ പുറത്തിറങ്ങി വന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയാണ് വന്നത്. ആ പെൺകുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ഏതാണ്ടൊക്കെ ഒരു ധാരണയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു മൂർധന്യത്തിൽ എത്തിയിട്ടില്ല, എന്നാൽ ഏതാണ്ട് മനസ്സുകൊണ്ട് അങ്ങ് എത്തിച്ചു. അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടിയുടെ അമ്മയപ്പന്മാരും അവളും തിരിച്ച് അവരുടെ ആ സുറിയാനി സഭയിലേക്ക് തിരിച്ചുപോയി. ഈ അടുത്ത സമയത്ത് 1-2 മാസത്തിനുള്ളിൽ അവരങ്ങ് തിരിച്ചുപോയി കഴിഞ്ഞപ്പോൾ ഈ പറയപ്പെട്ട മൂത്ത മോനോട് ചോദിച്ചു, എങ്ങനെയാ നിൻ്റെ അഭിപ്രായം എങ്ങനെയാ? അവർ തിരിച്ചു പോയല്ലോ, കല്യാണം ഏതാണ്ട് വാക്കാൽ നമ്മൾ പറഞ്ഞതാണല്ലോ, എങ്ങനെയാ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. പുള്ളി അച്ഛനായാലും പെണ്ണ് കെട്ടാനും തയ്യാറാണ്. അതെങ്ങനെ ശരിയാവുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെ ശരിയാവും? ഞാനൊരു ചലഞ്ച് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരിക. സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ഈ വേർപെട്ടവരെന്ന് പറയുന്ന ആളുകളുടെ ഇടയിലെ യൗവനക്കാരുടെ ഒരു പിക്ചറാണ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. പറയുന്ന കാര്യങ്ങളെല്ലാം സൂക്ഷ്മമല്ലെങ്കിൽ ഞാൻ കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ അങ്ങ് പറയാമെന്ന് കൂട്ടിക്കോ. എനിക്ക് വലിയ സങ്കടം തോന്നി അത് കേട്ടപ്പോൾ. അതെങ്ങനെയാണ് ആ മോൻ അങ്ങനെ പറയുന്നത്? അവൻ ഒറ്റ വാക്കി പറയണ്ടേ, ഗുഡ് ബൈ എന്ന് പറയേണ്ടവനല്ലേ? അവൻ എന്തുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞില്ലെന്ന് ഞാൻ ചോദിച്ചു. അവൻ എന്തുകൊണ്ട് ഗുഡ് ബൈ പറഞ്ഞില്ല? അവൻ എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രസംഗമൊന്നും കേൾപ്പിച്ചില്ല? നിങ്ങളിതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ തച്ചിലിരുന്ന് ഇതെല്ലാം കേൾക്കുക. ചാജി പാസ്റ്റർ പ്രസംഗിച്ച 3 ന്യായവിധികളൊക്കെ നിങ്ങൾ കേട്ടിട്ടിരിക്കുക. നോഹയുടെ കാലത്തെ ന്യായവിധി,
നോഹയും മക്കളും പെട്ടകത്തിൻ്റെ അപ്പർ ഡെക്കിൽ നിന്ന് നോക്കിയപ്പോൾ ഭയാനകമായ കാഴ്ച. ഓ, ന്യായവിധി. പിന്നെയോ ഇസ്രായേൽ ചെങ്കടൽ കടന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഫറവോയെയും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കിക്കളഞ്ഞിരിക്കുന്നു. ഭയങ്കര കാഴ്ചകളാ. ഭയങ്കര ഭയന്നുപോയി. മിരിയാം വിറച്ചുപോയി. എല്ലാവരും. ഭയാനകമായ ന്യായവിധി. പിന്നെയോ കാൽവറി ക്രൂശിൽ പാപത്തെ ന്യായം വിധിച്ച്, കാൽവറി ക്രൂശിൽ പാപത്തെ ന്യായം വിധിച്ച് കെട്ടിത്തൂക്കിയിട്ടിരിക്കുക. പാപത്തിൻ്റെ മേലുള്ള ന്യായവിധി, ദൈവിക ന്യായവിധി. രക്ഷിക്കപ്പെട്ട സ്നാനത്തിലേക്ക് നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുന്ന കാര്യം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ? അങ്ങനെ ഈ മോനോടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറയണ്ടേ? അങ്ങനെ ആ മോനോടൊന്ന് തിരിഞ്ഞു നോക്കാൻ പറയണ്ടേ? അവൻ തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ ഈ സുറിയാനി പെണ്ണിനെ ഇനി എനിക്ക് വേണ്ടാന്ന് പറയണ്ടേ? അതെങ്ങനെയാണെന്നേ? അവൾ രക്ഷിക്കപ്പെട്ടില്ല. രക്ഷിക്കപ്പെട്ടായിരുന്നെങ്കിൽ അവർ തിരിച്ചു പോവോ? അവർ വന്നിട്ട് 6 മാസം ആയിട്ടുള്ളൂ. ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ട് 6 മാസം ആയുള്ളൂ. 6 മാസം കൊണ്ട് വണ്ടി എന്ത് ചെയ്തു? വണ്ടി റിട്ടേൺ അടിച്ചു. ആ റിട്ടേൺ അടിച്ചതിൻ്റെ പിന്നിലുള്ള കാരണം എന്നാ? ആകത്തൊരു കുന്തവും നടന്നിട്ടില്ല. യാതൊന്നും നടന്നിട്ടില്ല. കലപ്പ അകത്തൂടെ കടന്നു പോയിട്ടില്ലെന്നേ. ആ സുന്ദരിക്കോതയുടെ ഉള്ളിലൂടെ കലപ്പ കടന്നു പോയിട്ടില്ല. സുവിശേഷം എന്ന കലപ്പ കടന്നു പോയിട്ടില്ല. ഉഴുതുമറിക്കപ്പെട്ടിട്ടില്ല. പാപത്തിന്റെ വേരുകൾ പൊട്ടിയിട്ടില്ല. അവൾക്ക് പാപബോധം വന്നില്ല. അവൾക്ക് നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ ഒരു ബോധ്യവും വന്നിട്ടില്ല. അവളുടെ തൊലിവെളുപ്പ് കണ്ടിട്ടാണോ നീ അവളെ കെട്ടാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്? എന്താ നീ പറയുന്നത്? നിന്റെ രക്ഷയിലും എനിക്ക് സംശയമുണ്ട്. നീ രക്ഷിക്കപ്പെട്ടതാണോ? നീ രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ, ഈ ബോധ്യങ്ങളുണ്ടെങ്കിൽ നീ എങ്ങനെ അത് സമ്മതിക്കും? അരമനസ്സെങ്ങനെ വന്നെന്നുള്ളതാണ് വിഷയം. ചവരങ്ങൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ആ പയ്യൻ എടുത്തിയാടി വന്നിട്ട് ഇതാ ഞാൻ എന്നെ കെട്ടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവൻ അരമനസ്സേ വെച്ചിട്ടുള്ളൂ. ഞാൻ ആ അരമനസ്സിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. അവൻ അരമനസ്സ് വെച്ചു. അവൻ ആ അരമനസ്സ് വെക്കുമ്പോൾ ക്രൂശിതനായ ക്രിസ്തുവിനെ കൺമുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കാഴ്ച അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ, ഇരുളും വെളിച്ചവും തമ്മിൽ എങ്ങനെ ചേരുമെന്ന് പറ. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി, താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടി, ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി, എന്താ വാക്ക്? ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യല്ലേ? ഇതാണോ നമ്മൾ കഴിഞ്ഞ ദീർഘമായ നാളുകൾ രക്ഷയ സ്നാനം എന്നുള്ള വിഷയമൊക്കെ പഠിപ്പിച്ചത്? നമ്മളിതാണോ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്? നമ്മളിങ്ങനെയാണോ പറഞ്ഞുകൊണ്ടിരുന്നത് സഹോദരങ്ങളെ? അപ്പൊ എന്ത് കണ്ടിട്ടാണ് ഇവരൊക്കെ ഇറങ്ങി വന്നത്? കാക്കത്തുള്ള 1000 പെന്തിക്കോസ് ഉണ്ട് ഇവിടെ. ഈ ജനമൊക്കെ എന്ത് കണ്ടിട്ട് ഇറങ്ങി വന്നതാ? എന്ത് പ്രതീക്ഷിച്ചാണ് ഇവരിവിടെ നിൽക്കുന്നത്? കല്യാണം പ്രതീക്ഷിച്ചാണോ? ചവാടക്ക് പ്രതീക്ഷിച്ചാണോ? ചവാടക്ക് മീൻസ് നല്ല ശവക്കല്ലറകൾ. നല്ല ശവക്കല്ലറകൾ സ്വപ്നം കണ്ടു വന്ന ഒത്തിരി ആൾക്കാരുണ്ട്. നല്ല ശവക്കല്ലറയില്ലെങ്കിൽ ഞാൻ പെന്തിക്കോസി വരില്ല, ഞാൻ ചാവുമില്ലെന്നാണ് പറയുന്നത്. കല്ലറ നല്ലതല്ലെങ്കിൽ നിങ്ങൾ ചാകാതിരിക്കാൻ പറ്റുമോ? ഏതെങ്കിലും ഒരു കാലത്ത് ചത്തേ നോക്കൂ. വിശുദ്ധന്മാരെ സംബന്ധിച്ച് ഞാൻ ഓർത്തു പോവുക. ഞാൻ അതിലേക്കാണ് പോകുന്നത്. ഓ, സമയം പോയില്ലോ. വിശുദ്ധന്മാരെ കുറിച്ച് ഞാൻ ഓർത്തു പോവുകയാണ്. ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ കുറിച്ച്. സൗരങ്ങളെ, നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു അല്ലേ? കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു പിക്ചർ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു. ഈ പിക്ചർ കാണിച്ചിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ യൗവനക്കാരത്തികളൊക്കെ സുവിശേഷം കേട്ട്, രക്ഷാസന്ദേശം കേട്ട് വാതിൽ തുറന്ന് കടന്നു വന്നത് ഈ പ്രാകാരത്തിലേക്കാണ്. ഈ പ്രാകാരത്തിലേക്കാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം കടന്നു വന്നത്. എങ്ങോട്ടാ? ഈ പ്രാകാരത്തിലേക്കാണ് കടന്നു വന്നത്. ആ പ്രാകാര അനുഭവത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വാക്യം വായിച്ചു. 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു. അവിടെ നമ്മൾ കാണുന്നത്, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. ഇത് ഞാൻ അത്യാവശ്യം പറഞ്ഞതാ. പക്ഷെ എനിക്കൊരു തൃപ്തി ലഭിച്ചില്ല സഹോദരങ്ങളെ. ഇതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച് പോയിട്ടും എന്തോ പറയാൻ വിട്ടുപോയതുപോലെയാണ് ഉള്ളിൽ. വലിയ സംഭവങ്ങളല്ലേ, അത് പറഞ്ഞ് ഫലിപ്പിക്കണം. അതുപോലെ നിങ്ങളുടെ ഉള്ളിലേക്ക് വരണം. നിങ്ങൾ ആ വെളിപ്പാടിൽ സമ്പന്നരാകണം. ആ ഒരു ചിന്തയിലാണ് ആ അസ്വസ്ഥത വന്നത്. അതായത് ഞാൻ ഈ കാണിച്ച പ്രാകാരം, ഈ പ്രാകാരത്തിലേക്ക് കടന്നു വന്ന് നിൽക്കുന്ന ആ നിൽപ്പെന്ന് പറയുന്ന വീണ്ടെടുക്കപ്പെട്ട ഒരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ ആ വീണ്ടെടുപ്പിൽ നിൽക്കുന്ന ഒരുവൻ, അവിടെ കടന്നു വന്ന് നിൽക്കുന്ന അവൻ എന്ത് കണ്ടിട്ടാണ് അവിടെ കടന്നു വന്നത്? ഈ കൂടാരത്തിന് ഒരേ ഒരു വാതിലല്ലേ കാണിക്കുന്നത്? ആ ഒരു വാതിൽ യേശുക്രിസ്തുവിനെ കാണിക്കുന്നു, അഥവാ സുവിശേഷത്തെ കാണിക്കുന്നു. ആ വാതിൽ തുറന്ന് കയറി വരുന്ന ആ മുഴുവനും കോമ്പൗണ്ടിനാണ് നമ്മൾ ദൈവരാജ്യം എന്ന് പറയുന്നത്.
ഒരുവൻ സുവിശേഷം കേട്ട് കടന്നു വരുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു ആരംഭമുണ്ട്. അതിനാണ് പ്രാകാരാനുഭവം നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ഒരു ശൈശവാവസ്ഥയാണത്. ആ ശൈശവാവസ്ഥ നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്ക സമയമാണല്ലോ അത്. അങ്ങനെ ആ പ്രാകാരത്തിൽ വന്ന് നിൽക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ഇവിടെ ഇനി വേറെ ചില വാക്യങ്ങൾ വായിക്കാനുണ്ട്. ആ വാക്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ ഇങ്ങനെ സൂചിപ്പിക്കുകയാണ്, അവിടെ കടന്നു വരുന്ന ഈ യൗവനക്കാരും യൗവനക്കാരത്തികളുമായവരുടെ ഉള്ളിൽ അവരെന്ത് കണ്ടിട്ടാണ് അവിടെ കടന്നു വന്നത്? അവരവിടെ നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും കാണണമല്ലോ. എന്ത് കണ്ടിട്ടായിരിക്കും അവരവിടെ നിൽക്കുന്നത്? അവരിവിടെ കടന്നു വരുമ്പോൾ അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ അവർ ഈ യാഗപീഠത്തിൻ്റെ അനുഭവത്തിൽ അവിടെ നിൽക്കുന്നതിൻ്റെ പിന്നിലുള്ള ആ രഹസ്യം എന്ത് കണ്ടിട്ടാണ് അവരവിടെ നിൽക്കുന്നത്? അതിനുള്ള നമ്മുടെ മറുപടി എന്താ? ക്രൂശിൻ്റെ ദർശനം പ്രാപിച്ചവരാണ് അവർ. 15 വയസ്സുകാരൻ, 25 വയസ്സുകാരൻ, 30 വയസ്സുകാരൻ, 50 വയസ്സുകാരൻ, 90 വയസ്സുകാരനെല്ലാം ഇതിലൂടെ കടന്നു പോകുമ്പോൾ ക്രൂശിൻ്റെ ദർശനം പ്രാപിക്കണ്ടേ? ആ ക്രൂശിൻ്റെ ദർശനത്തിലാണ് അവർ മുൻപോട്ട് കടന്നു പോകുന്നത്. ക്രൂശിൻ്റെ ദർശനത്തിൽ ഞാനിങ്ങനെ ഈ വാക്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ, അതായത് 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങൾ കുറച്ച് മുമ്പ് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ 8, 9 വാക്യം എൻ്റെ കൺമുമ്പിൽ വന്നു. 8, 9 വാക്യം മുന്നമേ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ മുമ്പിൽ ആ വാക്യം ഒന്നുകൂടെ ഉയർത്തുകയാണ്. 8-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്: അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പിന്നെ പറഞ്ഞു തീരാത്തതെന്ന് പറഞ്ഞങ്ങ് പോവുകയാണ്. 8-ാം വാക്യം എങ്ങനെ തുടങ്ങുന്നത്? ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും അവനെ സ്നേഹിക്കുന്നു. ഇത് ആർക്കാ ഈ ലേഖനം എഴുതിയത്? 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർക്ക്, ആസിയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളായ ഭക്തന്മാർക്ക് എഴുതുന്ന ലേഖനമാണ്. ഇവരാരും കർത്താവിനെ മുഖതാവി കണ്ടിട്ടില്ലല്ലോ. ഇവരാരും ഈ പറഞ്ഞ കാര്യത്തിനൊന്നും സാക്ഷികളല്ല. ഇവർ താമസിക്കുന്നതും യെരുശലേമുമായിട്ട് വലിയ ദൂരമാണ്. നമ്മൾ പറയുന്ന തുർക്കിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഭാഗമാണ് ഈ പറയപ്പെട്ട സ്ഥലം. കപ്പദോക്കിയ എന്നൊക്കെ പറയുന്നത് തുർക്കിയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ സ്ഥലമാണ്. അവിടെ നിന്ന് അർമേനിയയിലേക്ക് കിടക്കാനൊന്നും വലിയ ദൂരമില്ല. അപ്പോൾ ആ ഒരു ഏരിയ, പൊന്തോസ്, അതുപോലെ കപ്പദോക്കിയ, ആസിയയിലെ, ബിദുന്യയിലെ എന്നൊക്കെ പറയുന്നത്, ആസിയ എന്നൊക്കെ പറയുന്നത് തുർക്കി മുഴുവനും കൂട്ടിക്കോ, ഈ ഭാഗങ്ങളൊക്കെയാണ്. അവിടെ നിന്ന് എത്രയോ ദൂരം വരണം യെരുശലേമിലേക്ക്. അന്നത്തെ കാലത്ത് അങ്ങനെ സഞ്ചാരമുള്ള കാലമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയില്ല. ആദ്യകാലത്ത് പൗലോസ് അവിടെ തൻ്റെ മിഷൻ യാത്രകളിൽ കടന്നു വന്ന് അവരുടെ കണ്ണിൻ്റെ മുമ്പിൽ സുവിശേഷം അറിയിക്കുകയായിരുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കണ്ണിൻ്റെ മുമ്പിൽ വരച്ചു വെച്ച് കൊടുക്കുകയായിരുന്നു. ഗലാത്തിയ പ്രൊവിൻസിൽ, പിന്നത്തേതിൽ ഈ പറയപ്പെട്ട, അതായത് ആസിയയിലേക്ക് കടന്നു വന്ന് ആ ഭാഗങ്ങളെല്ലാം കൂടി പൗലോസിൻ്റെ സഞ്ചാരങ്ങളിൽ വരികയാണ്. അങ്ങനെയാണ് അവർ സുവിശേഷം കേട്ടതും ഈ സത്യപാതയിലേക്ക് വന്നതും. പിന്നീട് പത്രോസും അവിടെ കടന്നു വരുന്നു. പിന്നത്തേതിൽ പത്രോസും അവരോട് സംസാരിക്കുകയാണ്, പൗലോസിനെ പോലെ തന്നെ. അവരോട് ഈ ലേഖനത്തിലൂടെ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അവരോട് പറയണം, അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഭയങ്കര സംഭവം. ഇതൊരു വലിയ വെളിപ്പാട് അടങ്ങിയിരിക്കുന്നൊരു വാക്യമാണ്. നമ്മൾ വേർപെട്ട ദൈവജനം, വിശേഷിച്ച് നമ്മളെ പെന്തക്കോസ്തരെന്ന് ആളുകൾ വിളിക്കും. ആ നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാണാതെ വിശ്വസിക്കുന്നവരാണ്. നമ്മുടെ കർത്താവിൻ്റെ ഒരു രൂപവും നമ്മൾ കണ്ടിട്ടില്ല. ആത്മ കണ്ണുകൊണ്ടാണ് നമ്മൾ രൂപം വരയ്ക്കുന്നത്, അല്ലേ? വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യം എല്ലാ നിലയിലും നമ്മൾ കാണുന്നത് ആത്മാവിലാണ്. അല്ലാതെ ഏതെങ്കിലും കത്തോലിക്ക പള്ളിയിൽ ഇരിക്കുന്ന പോലത്തെയോ ഓർത്തഡോക്സ് പള്ളിയിൽ വരച്ചു വെച്ചിരിക്കുന്ന മ്യൂറലുകളെ പോലെയോ അങ്ങനെയൊന്നുമല്ല നമ്മൾ കാണുന്നത്. അതൊന്നും കണ്ടിട്ടല്ല നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കണ്ടില്ലേ, വാതിൽ തുറന്ന് പ്രാകാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അവിടെ കാണാനുള്ള ആകെ ഒരു കാഴ്ചയേ ഉള്ളൂ. പ്രാകാരത്തിൽ എന്നാ കാഴ്ചയാണ് കാണാനുള്ളത്? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയല്ലേ കാണാനുള്ളത്. കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശല്ലേ ഇരിക്കുന്നത്. കണ്ണിൻ്റെ മുമ്പിൽ ക്രൂശ് മാത്രമല്ലേ ഉള്ളൂ അവിടെ. അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്നുള്ള കാര്യം ഇങ്ങനെ മുഴകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. കണ്ണിൻ്റെ മുമ്പിൽ കാണുകയാണ് ആ കാഴ്ച. പിന്നീട് അപ്പുറം താമ്രത്തൊട്ടിയെ കാണുന്നത്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്താൽ ബലിപീഠത്തിലെ കാഴ്ചകളെ അനുദിനം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് മായ്ക്കാൻ കഴിയില്ലെന്നേ. നമ്മൾ പറയാറില്ലേ, ചില കാര്യങ്ങൾ കണ്ണിന് മുമ്പിൽ നിന്ന് മാറ്റാൻ കഴിയുന്നില്ലെന്ന്. അത് കൺമുമ്പിൽ നിൽക്കുക എന്ന്. ഒരു ഭക്തൻ്റെ കൺമുമ്പിൽ അവൻ്റെ രക്ഷയുടെ അന്നു മുതൽ മരണം വരെ ഈ കാഴ്ചയിരിക്കും. ഈ കാഴ്ച, ഞാനൊരു നഷ്ടപ്പെട്ട പാപിയായിരുന്നു, കൃപയാൽ എന്നെ ഉദ്ധരിച്ചു, അങ്ങനെ ഞാൻ വിടുവിക്കപ്പെട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് വേണ്ടി വലിയ വില കൊടുത്താണ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത്. ഭയാനകമായ ന്യായവിധിയാണ് അവിടെ സംഭവിച്ചത്.
ഞാൻ അകപ്പെടേണ്ട ന്യായവിധിയിൽ എനിക്ക് പകരക്കാരനാണ് അവിടെ പോയത്. ഇത് തിരിച്ചറിയാമെങ്കിൽ അവൻ എങ്ങനെയാണെന്ന് ഇത്രയും ആലോചിക്കുന്നത്? അവൻ എങ്ങനെ അരമനസ്സ് വന്നു? ചോദ്യമാണ്, അവൻ എങ്ങനെ അരമനസ്സ് വന്നു? അല്ല, എന്നാ പിള്ളേർ 29 വയസ്സായവൻ എന്നാ മുലകുടി മാറാത്ത കൊച്ചാണോ? എന്നാ പിള്ളേരെന്നാണ് നിങ്ങൾ പറയുന്നത്? 27, 28, 29 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്താ ഒക്കത്ത് വെച്ചുകൊണ്ട് കിടക്കുന്നതാണോ? അവനെന്താ ദിശാബോധമില്ലാത്തത്? അവനെന്താ ഇതൊന്നും കേൾക്കില്ലാത്തത്? എന്നെ അവൻ കണ്ടിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെ അവൻ്റെ ശത്രുവായി? അല്ലെങ്കിൽ അനിഷ്ടം അവൻ എങ്ങനെ വരുന്നു? ഒരു പ്രസംഗം കേട്ടാൽ അനിഷ്ടം വരും. ചിലപ്പോൾ ശബ്ദമോ സംസാരമോ രൂപമോ ഒന്നും കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാം. ഒന്നും തുറന്നു പോലും നോക്കാതെ എങ്ങനെയാണ് അങ്ങനെ വരുന്നത്? അതിൻ്റെ പിന്നിൽ എന്തായിരിക്കും? അത് എന്നാ സ്പിരിറ്റായിരിക്കും അപ്പം ലീഡ് ചെയ്യുന്നത്? അതെനിക്ക് സംശയമാണ് കേട്ടോ, അതെനിക്ക് സംശയമാണ്. രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? കാണാതെ വിശ്വസിക്കുകയാണ്. ആദ്യ നൂറ്റാണ്ടിലെ ഭക്തന്മാരോട് പറയാണ്, കാണാതെ വിശ്വസിക്കുന്ന നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെയല്ലേ? 8-ാം വാക്യത്തിൽ എങ്ങനെയാ? അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു, ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട്. അപ്പം ഈ നിൽക്കുന്ന നിൽപ്പെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ യാത്രയുണ്ട്, അല്ലെ ഓട്ടമുണ്ട് മുൻപോട്ട്. അതങ്ങനെ കൂട്ടിക്കോ. പറയാനൊരു സൗകര്യത്തിന് ഞാൻ ഈ നിൽക്കുന്ന നിൽപ്പെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ക്രിസ്ത്യ ജീവിതത്തിൽ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് ആകെ ചാരുവാനുള്ളത്, ആശ്വസിക്കാനുള്ളത് എന്താ? വിശ്വാസം മാത്രം, വേറൊന്നുമില്ല. ഒന്നും കാണുന്നില്ലെന്നേ. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത്, ഒന്നും കണ്ടിട്ടല്ലൻ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ് പാട്ടുകാരൻ പാടിയില്ലേ? അത് മുട്ടങ്കി ഒറിജിൻ എഴുതിയ പാട്ടാ, ഒന്നും കണ്ടിട്ടല്ലൻ വിശ്വാസ ജീവിതം എന്നും പറഞ്ഞ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരുമിച്ച് കൂടിയൊക്കെ ഇരിക്കുകയായിരുന്നു, നമുക്കത് പാടായിരുന്നു. ഇവിടെ അതിനുള്ള സാധ്യതയില്ല കേട്ടോ, ആരും പ്രതീക്ഷിക്കുക പോലും വേണ്ട. ഞാൻ പാടിയാലും അത്ര ശരിയാവില്ല. അപ്പോൾ ഒന്നും കണ്ടിട്ടല്ലൻ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം. എന്തെങ്കിലും കണ്ടിട്ടല്ല, ലോകപ്രകാരം ഒന്നും കണ്ടിട്ടല്ല, പക്ഷെ ആത്മ കണ്ടുകൊണ്ട് അവനെ കണ്ടു. അതൊരു പിരിയാബന്ധമാണ്. മുപ്പിരിച്ചരട് അറ്റുപോകില്ലെന്ന് പറഞ്ഞ പോലെയാണ്, പിരിയാബന്ധമാണ്. നുകത്തിൻ കീഴിലേക്ക് കയറിയില്ലേ, രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. കാലങ്ങൾ എത്ര പോയി? 15 വയസ്സിലല്ലേ അത് നടന്നത്, അല്ലേ? 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴല്ലേ ഉന്തിത്തള്ളി വെള്ളത്തിൽ തള്ളിയിട്ടത്. ഇപ്പം വയസ്സ് 29 ആയിന്നല്ലേ പറഞ്ഞേ? ഏതാണ്ട് 10-15 വർഷം കഴിഞ്ഞില്ലേ, അല്ലേ? ഏതാണ്ട് 10-14 വർഷം കഴിഞ്ഞില്ലേ? ആ ബന്ധം ഇതുവരെ ദൃഢമായില്ലേ? അതിന് എന്നാ ദൃഢമാക്കുന്നത്? 90-ാം വയസ്സിലാ? അല്ല, അപ്പം ഈ പ്രായം ജഡം ഇങ്ങനെ പൊങ്ങി വരുന്ന പ്രായമാണത്രേ. ജഡം പൊങ്ങി വരുമെന്ന്. ജഡത്തെ ക്രൂശിക്കുവാനും കാൽക്കീഴിലിടുവാനും അല്ലേ പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്? 25 വയസ്സുകാരൻ്റെ ജഡാഭിലാഷങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് ത്രാണിയില്ലേ? തോന്നലുകളെ കൈകാര്യം ചെയ്യാൻ പരിശുദ്ധാത്മാവിന് കഴിയില്ലേ? അപ്പോൾ നമ്മൾ മാലോകരോട് എന്താ പറയുന്നത്? ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനൊരു പാകുതയും പക്വതയും ഒക്കെ ആയെങ്കിലേ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് 40 വയസ്സ് മുതലൊക്കെയാണ് ഒരാളെ നല്ല നിലയിൽ, പുതിയ സൃഷ്ടി എന്ന നിലയിൽ നടത്തുകയുള്ളൂ. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ പരിപാടിയൊക്കെയോ? ഞങ്ങളുടെ ഇടയിലുള്ള കത്തോലിക്കരും ഓർത്തഡോക്സുകാരൊക്കെ 56-ാം ദിവസം പിള്ളേരെ ഇങ്ങനെ വെള്ളത്തിൽ ചാടിച്ച് കൊണ്ടുവരും. അതിങ്ങനെ മുന്നോട്ട് പോകും. അതുപോലെ ഞങ്ങൾ പെന്തിക്കോസുകാരൊരു 15 വയസ്സിൽ ചാടിക്കും, എന്നിട്ട് ഇങ്ങനെ മുന്നോട്ട് വിടും. അങ്ങനെ വിട്ടിട്ട് ഒരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും പിള്ളേരും പുറങ്ങണിയൊക്കെ ആവുമല്ലോ. പിന്നെ ഇച്ചിരി പക്വതയും പാകതയൊക്കെ വരും. അന്നേരം പരിശുദ്ധാത്മാവിന് പതിയെ പ്രവർത്തിച്ച് തുടങ്ങാൻ പറ്റും. അതുവരെയോ പരിശുദ്ധാത്മാവിന് അത്ര ശക്തി ആ സമയത്ത് എടുക്കാൻ പറ്റില്ല. എന്താ ഇങ്ങനെയൊക്കെ മനുഷ്യർ പറയുന്നത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. അതാണോ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിങ്ങൾ 1-ാം നൂറ്റാണ്ടിലേക്ക് നോക്കിയേ. നമ്മുടെ അത്രയും വിദ്യാസമ്പന്നരൊന്നും അല്ല ഇവരൊന്നും. ആ മനുഷ്യരെ കുറിച്ച് പറയാണ്, കാണാതെ അവർ വിശ്വസിക്കുകയാണ്. അവരുടെ കൺമുമ്പിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല. അത് തന്നെയല്ല, ഇനി അവർ കടന്നു പോകുന്ന ആ പശ്ചാത്തലങ്ങളും കൂടെ ഒന്ന് നോക്കാം. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 32 മുതൽ 1-2 വാക്യം ഒന്ന് വായിക്കാം. 32, 33, 34 വായിക്കേണ്ടത്. 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡനങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു. നിങ്ങൾ പ്രകാശനം ലഭിച്ചതിന് ശേഷം, എബ്രായ ലേഖനം 6-ാം അധ്യായം ഓർക്കുക, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയദാനം ആസ്വദിക്കുകയും. ഒരിക്കൽ പ്രകാശനം ലഭിച്ച് സ്വർഗീയദാനം ആസ്വദിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷ ആസ്വദിച്ച കാര്യമാണ്, കണ്ണ് തുറക്കപ്പെട്ട കാര്യമാണ്.
കണ്ണ് തുറക്കപ്പെട്ട ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ച് രക്ഷ ആസ്വദിച്ച ആ കാലം അല്ലേ, അതിനുശേഷം എന്താ ലഭിച്ചത്? നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി, പരസ്യക്കോലമായി. ഇന്ന് കൂത്തുകാഴ്ച എന്ന് പറഞ്ഞാൽ അതാണ്, പരസ്യക്കോലമായി ഭവിച്ചും ആവക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ഒരു പഴയകാലം എബ്രായ ക്രിസ്ത്യാനികളോട് പറയുകയാണ്. അവരവരുടെ സംവിധാനങ്ങളെല്ലാം വിട്ട്, നിങ്ങളൊന്നും ഓർത്തു നോക്കിയേ, നമ്മുടെ സുറിയാനി പോലെയൊന്നുമല്ല. ഇന്ന് ഈ നീളം പറയുന്ന സുറിയാനി ഉണ്ടല്ലോ, അതിലും വലിയ സുറിയാനിയാണ് അത്. യഹൂദ പശ്ചാത്തലങ്ങൾ, അതിൻ്റെ സംവിധാനങ്ങൾ, അതിൻ്റെ ആടയാഭരണങ്ങൾ, അതിൻ്റെ ജൊല്ലും ജൊലുത്തും, അതിൻ്റെ പാട്ടും ഗീതവും, പിന്നെ എന്തെല്ലാമാ. അതൊക്കെ വിട്ടെറിഞ്ഞ് ഇറങ്ങി പോന്നവരല്ലേ അവരൊക്കെ. ക്രിസ്തു നിമിത്തം പുറത്തിറങ്ങി വന്നിട്ട് അവർക്ക് എന്താ ലഭിച്ചത്? നിന്ദകൾ, പീഡകൾ, പിന്നെ അവരെ പരസ്യ കോലമാക്കി. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെന്നാ പറയാറ്? നിന്നെ മാനിക്കുന്നവനെ നീ മാനിക്കുന്ന ദൈവമാണല്ലോ എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ ഇവരാരും ദൈവത്തെ മാനിക്കുന്നവരല്ലായിരുന്നോ? ഈ ആസിയയിലും പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്യയിലുള്ളവരൊന്നും ദൈവത്തെ മാനിക്കുന്നവരല്ലായിരുന്നോ? അവരുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയാണോ കൊടുക്കേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളിത് കേൾക്കുന്നുണ്ടോ എന്തോ? തമ്പുരാൻ അറിയാം. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ടോ സഹോദരങ്ങളെ? ഇത് അനുഭവിക്കുന്ന വേറെ മനുഷ്യരുണ്ടെന്നാണ് വായിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ കൂട്ടാളികളായി തീർന്നെന്ന്. നിങ്ങൾ മാത്രമല്ല, വേറെ പല ദിക്കിലും ഇതൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്, അവർക്കൊക്കെ നിങ്ങൾ കൂട്ടാളികളായി തീർന്നെന്ന്. എന്നിട്ട് 34-ാം വായിക്കുമ്പോൾ 34-ാം വാക്യം ഒന്ന് വായിച്ചേ ടീനെ. ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ തന്നിട്ടുണ്ടല്ലോ, ആ 34-ാം വാക്യം ഒന്ന് വായിച്ചു. ഈ ട്രാൻസ്ലേഷൻ കറക്റ്റ് അല്ല. അതായത് തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ എന്നൊക്കെ പറയുന്നത് അതല്ല, അങ്ങനെയല്ല. അതൊന്ന് വായിച്ചേ. തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിന്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. അതായത് അവരറിഞ്ഞു ചില കാര്യങ്ങൾ. ഏറ്റവും ഉത്തമമായ സമ്പത്ത് സ്വർഗത്തിലുണ്ടെന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. ക്രിസ്തു നിമിത്തം പലതും നഷ്ടപ്പെടുകയാണ് അവർക്ക്. ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു, സമ്പത്തുകൾ നഷ്ടപ്പെടുന്നു, നിന്ദകൾ, അപമാനങ്ങൾ, പീഡകൾ, കൂത്തുകാഴ്ചകൾ. എന്നിട്ടും അവരിൽ പലരും വിശ്വാസത്തിനു വേണ്ടി ധീരമായി നിന്നു. അവരുടെ കൺമുമ്പിലാണ് ഒരുമിച്ചിറങ്ങിയ പലരും പിന്മാറിപ്പോയത്. അങ്ങനെ അവരുടെ കൺമുമ്പിലാണ് ഒരുമിച്ചിറങ്ങിയ പലരും ഗുഡ് ബൈ പറഞ്ഞു പോയത്, പിന്മാറിപ്പോയത്. അപ്പോഴും ഒരു പറ്റം സഹോദരങ്ങൾ ആടി ഉറച്ചു നിന്നു. അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ലേഖനം എഴുതി വരുന്നത് അല്ലേ? ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, അവരെ ഉറപ്പിച്ചു നിർത്തുന്ന ലേഖനമാണ്. അവർക്ക് ഇവിടെ ഉത്തമമായ എന്തെങ്കിലും ഉണ്ടെന്നല്ല വായിച്ചത്. ഇവിടെ ഉത്തമമായ എന്തെങ്കിലും ഉണ്ടെന്നല്ല, സമ്പത്തുകളുടെ അപഹാരം സന്തോഷത്തോടെ സഹിച്ചു, പലതും നഷ്ടപ്പെട്ടു. അന്നേരമാണ് ഒരു ചെറുക്കൻ മർത്തോമക്കാരി പെണ്ണിനെയോ ഓർത്തഡോക്സുകാരി പെണ്ണിനെയോ ഒന്ന് ആലോചിച്ചുള്ളൂ. അവൾ പിന്മാറിപ്പോയി, ഇവൻ ഇപ്പോഴും വാലും പൊക്കിക്കൊണ്ട് അവൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ എങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. സഹോദരങ്ങളെ, ഇത്ര വ്യക്തമായ വെളിപ്പാടുകൾ വചനത്തിലുണ്ട്. ഇവരെ ഇതാരും ധരിപ്പിക്കുന്നില്ല, ഇവർ കേൾക്കാനൊട്ട് മനസ്സും വയ്ക്കുന്നില്ല. എന്നാൽ ഇവരുടെ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ഉത്സാഹിക്കണ്ടേ? എന്നാൽ ഇവരുടെ മാതാപിതാക്കൾ ഈ കാര്യത്തിൽ ഉത്സാഹിക്കണ്ടേ? ഞാൻ കഴിഞ്ഞ ദിവസം വേറൊരാളോട് ചോദിച്ചു, ഇങ്ങനെ സംസാരിച്ചപ്പോൾ. അദ്ദേഹത്തിന് 3-4 മക്കളുണ്ട്. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ മക്കളോട് സംസാരിക്കാറുണ്ടോ? ഇങ്ങനെ ഒരു പാവം പിടിച്ച പാത്രമുണ്ട്, അയാളുടെ പ്രസംഗം നിങ്ങൾ അമ്മയപ്പന്മാർ കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ പിള്ളേരോട് പറയാറുണ്ടോ? പിള്ളേരോട് പറയാറൊക്കെ ഉണ്ട്. പിള്ളേർ കേൾക്കുമോ? കേൾക്കാൻ വലിയ പാടാ. ചെവിക്ക് കുഴപ്പമുണ്ടായിട്ടല്ല, അവർ തിരക്കിലല്ലേ. അവർ IELTS അതും ഇതുമൊക്കെ ആയിട്ട് അവരൊക്കെ തിരക്കിലാണ്. ഓക്കെ, വേണ്ട, കേൾക്കണ്ട. നിങ്ങൾ കേട്ടല്ലോ, കേട്ട കാര്യം വൈകിട്ട് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ അവരെ ഇതൊന്നും ധരിപ്പിക്കരുതോ? ആ പാസ്റ്റർ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം തുറന്നു വെച്ചിട്ട് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടവും പിൻവരുന്ന മഹിമയും 2 വാക്കെടുത്തിട്ട് അങ്ങനെ പറഞ്ഞു. ഒരു കൂടാരത്തിൻ്റെ പടമൊക്കെ കാണിച്ചു. എന്ത് കൂടാരമാണോ ആർക്കറിയാം, എന്തായാലും അങ്ങനെ അത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നതാണ് കാൽവറിയിലെ ക്രൂശ് അഥവാ ഈ ബലിപീഠം. അവിടെ നിന്നുകൊണ്ടാണ് പറഞ്ഞത് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടം ഇവിടെ നിന്നാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ബദലഹേം മുതൽ ഗോൽഗോഥ വരെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ വിശദീകരിക്കും.
അത് കഴിഞ്ഞിട്ടോ ക്രിസ്തുവിന് പിൻവരേണ്ടിയ മഹത്വം, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിവിശുദ്ധ സ്ഥലത്തിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യം, ഒന്ന് നമ്മളെ രക്ഷയിലേക്ക് വരുന്ന ആരംഭം, യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന ഒരു ആരംഭം ഉണ്ടല്ലോ, അവിടെ നിന്നൊരു ഓട്ടം ഓടണമെന്നാണ് അങ്ങനെ പറയുന്നത്. പുള്ളി പൗലോസിനെയൊക്കെ കൂട്ടുപിടിച്ചാണ് പറയുന്നത്. ഓട്ടക്കളത്തിൽ ഒത്തിരി പേര് ഓടുന്നുണ്ടെങ്കിലും പലരും ഇടറിപ്പോവുകയാണ്. മക്കളെ, നമ്മൾ ഓട്ടം ഓടി അങ്ങ് എത്തണം എന്ന് നിങ്ങൾ എന്തുകൊണ്ട് ഈ മക്കളോട് പറഞ്ഞു കൊടുത്തില്ല? ഏതെങ്കിലും വിധത്തിൽ അവരെ ധരിപ്പിക്കണ്ടേ? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ മൈക്ക് സെറ്റ് കിട്ടില്ലേ? മൈക്ക് സെറ്റ് വാടകയ്ക്ക് കിട്ടുമല്ലോ. ആ മൈക്ക് സെറ്റിൻ്റെ ആ സ്ഥലത്ത് പോയിട്ട് അവിടെ പോയിട്ട് മൈക്ക് സെറ്റ് എടുക്കണം. മൈക്ക് സെറ്റ് എടുത്തിട്ട് ഒരു 2 വലിയ ബോക്സൊക്കെ എടുത്തിട്ട് വീടിൻ്റെ മുറ്റത്ത് വെക്കണം. എന്നിട്ട് ബോക്സ് നാട്ടുകാരുടെ നേരെ തിരിക്കരുത്, വീട്ടിലേക്ക് തിരിച്ചു വെക്കണം. മക്കളെല്ലാം വീട്ടിൽ വരുന്ന സമയത്ത് അപ്പൻ മൈക്ക് സെറ്റുകാരനെ വിളിച്ച് അവനൊരു ചായയും കൊടുത്തിട്ട് അവനും കേട്ടോട്ടെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രസംഗം അങ്ങിടണം. എന്നിട്ട് അവൻ്റെ ചെവിക്കകത്തേക്ക് അങ്ങ് കയറ്റണം. ഇത് അവൻ എവിടെ പോയി കേൾക്കും? വേറെ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. കിട്ടുന്നുണ്ടെങ്കിൽ അവൻ മര്യാദക്കാരനായിരിക്കുമല്ലോ, ഇത് കേൾക്കാൻ താല്പര്യം കാണിക്കുമല്ലോ. എങ്ങൊന്നോട്ട് കിട്ടുന്നുമില്ല, കേൾക്കാനോട്ട് താല്പര്യമില്ല. എന്നാൽ പെന്തിക്കോസ് ആണ് താനും. എന്നാ കോസാ അത്? ഇത് വലിയ വെളിപ്പാടല്ലേ പറയുന്നത്. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ പറയുന്നു, ഓക്കെ. ഈ പ്രാകാരത്തിൽ നിൽക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ വാഞ്ച എന്തായിരിക്കണം? 20-ാം സങ്കീർത്തനം 4-ാം വാക്യം, നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹവും താല്പര്യവും നിവർത്തിക്കട്ടെ, അല്ലേ? അങ്ങനെയല്ലോ. 20-4 വായിച്ചേ. സങ്കീർത്തനം 20-4 വായിച്ചേ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെ നിവർത്തിക്കട്ടെ. ഈ പ്രാകാരത്തിൽ രക്ഷാനുഭവത്തിലേക്ക് വന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞ നമ്മുടെ ടിയാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ യൗവനക്കാരൻ. അപ്പോൾ നമ്മുടെ യൗവനക്കാരനോ യൗവനക്കാരിയോ അവിടെ വന്ന് നിൽക്കുകയാണല്ലോ. അവരുടെ ഹൃദയത്തിലെ ആഗ്രഹം, ഇപ്പം നിങ്ങൾ പ്രായമുള്ളവരൊക്കെ ചിന്തിക്കുകയായിരിക്കും, മെസ്സേജ് ഒന്നും ഞങ്ങളോടുള്ളതല്ലല്ലോ, പിള്ളേരോടുള്ള മെസ്സേജാണല്ലോ എന്ന്. പിള്ളേരോട് മാത്രമൊന്നുമല്ല, വലിയവരോടും കൂടെ ഉള്ളതാണ്. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. അല്ല, നിങ്ങൾക്കും പിള്ളേരില്ലേ? അല്ല, ഞങ്ങളുടെ പിള്ളേരൊക്കെ വലുതായി, അവർക്ക് പിള്ളേരുണ്ടാവില്ലേ? കൊച്ചുമക്കളൊക്കെ ഉണ്ടാവില്ലേന്ന്? ഇപ്പോൾ നിങ്ങൾ അപ്പൂപ്പന്മാരായില്ലേ, ആ കൊച്ചുമക്കൾക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ. അപ്പോൾ ക്ഷമയോടെ കേട്ടിരിക്കേ. അങ്ങനെ 20-ാം സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ ഈ പ്രാകാരത്തിൽ നിൽക്കുന്നവൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്തായിരിക്കണം? അതാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത്. വീണ്ടും പറയുകയാണ്, റിപ്പീറ്റ് ചെയ്യുകയാണ്. പാസ്റ്റർക്ക് റിപ്പീറ്റ് ചെയ്യുന്നതിൽ നാണമില്ലെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു നാണമില്ല, മാനമില്ല. അതെന്തിനാണ് ഞാൻ നാണിക്കുന്നത്? ഞാനൊരു 1000 വട്ടം റിപ്പീറ്റ് ചെയ്താലും പിന്നെയും ചങ്കരം പലപ്പോഴും തെങ്ങലിരിക്കും. ഞാൻ പല കാര്യം റിപ്പീറ്റ് ചെയ്യുന്നതിൽ എനിക്ക് നേരത്തെയൊക്കെ നാണം ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ അത്ര നാണമില്ല. കാരണം എത്ര റിപ്പീറ്റ് ചെയ്താലും പിന്നെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു ക്രമത്തിലും അടുക്കിലും അതിൻ്റെ ഒരു മനോഹരതയിലും അതിൻ്റെ ഒരു മനോഹരത്വം വരുന്ന രീതിയിലൊന്നും പലരും പറയുന്നില്ല. ചിലപ്പോൾ ചില ഉത്തരവൊക്കെ പറയായിരിക്കും. അങ്ങനെയൊന്നും പോരെന്നേ. കാലം നോക്കിയാൽ നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞാൽ പോരാ. എബ്രായ ലേഖനത്തിൽ എന്താ പറയുന്നത്? കാലം നോക്കിയാൽ നിങ്ങൾ ഉപദേഷ്ടാക്കന്മാരെ പോലെ ആകേണ്ടവരാന്നല്ലേ? കാലം നോക്കിയാൽ നമ്മൾ ഉപദേഷ്ടാക്കന്മാരാകണ്ടേ? പൗലോസ് ഒരു ഉപദേഷ്ടാവാണ്. ആ ഉപദേഷ്ടാവായ പൗലോസിൻ്റെ തോളൊപ്പം നമ്മൾ നിൽക്കണം. അതിനല്ലേ ഇങ്ങനത്തെ പഠനങ്ങളിലൊക്കെ നമ്മൾ ഏർപ്പെടുന്നത്. ഈ പഠനങ്ങളിലൊക്കെ ഏർപ്പെടുമ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ പല കാഴ്ചകളും വരികയാണ്. അതിനെയെല്ലാം പുതുനിയമമായിട്ട് ലിങ്ക് ചെയ്തല്ലേ പഠിപ്പിക്കുന്നത്. പുതുനിയമമായിട്ട് ചേർത്ത് വെച്ച അനവധി കാര്യങ്ങളല്ലേ പറയുന്നത്. അനവധി കാര്യങ്ങളല്ലേ. നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. നമ്മുടെ മിസ്റ്റർ തങ്ക് പറഞ്ഞ പോലെ ഈ വാക്യമൊന്നും എടുത്തേക്കരുത് കേട്ടോ. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ പുള്ളി എന്താ കണ്ടുപിടിച്ചേക്കുന്നതെന്നറിയാവോ? ഈ ലോകത്തിന് അനുരൂപരാകരുതെന്നുള്ള റോമാലേഖനം 12-ന്റെ 1-2 വാക്യത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ കഴിഞ്ഞ ആഴ്ചയിലാണ് കേട്ടത്. കഴിഞ്ഞ ആഴ്ച ഏതൊരു മെസ്സേജ് ഞാനത് പറഞ്ഞായിരുന്നു, എവിടെയാണെന്ന് ഓർക്കുന്നില്ല. നടുങ്ങിപ്പോയി. ഈ അടുത്ത സമയത്ത് വലിയ നടുക്കും അതാ. കുറച്ച് നാൾ മുമ്പ് പുള്ളി നമ്മൾ 1-2 പ്രാവശ്യം നടുങ്ങി കിടുങ്ങിപ്പോയി നമ്മൾ. അതായത് KP യോഹന്നാൻ മരിച്ചു എന്ന് കഴിഞ്ഞപ്പോൾ സ്തേഫാനോസ് മരിച്ചു എന്ന് കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചതുപോലെ സ്വീകരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ സത്യത്തിൽ ഞാനൊന്ന് കിടുങ്ങിപ്പോയി. 2 ദിവസത്തേക്ക് എനിക്ക് ആ കിടുക്കം മാറിയില്ലായിരുന്നു. അതിനു മുമ്പ് പുള്ളി പറഞ്ഞത് യോഹന്നാൻ 15-ാം അധ്യായത്തിൽ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തുമെന്ന് എഴുതിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് കുറേ പെന്തിക്കോസ് പാസ്റ്റർമാർ വരും. നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, നമ്മുടെ കർത്താവ് ഇനി ആരും ചെത്തില്ല. ചെത്തുന്ന കർത്താവല്ല, കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിൻ്റെ കർത്താവാണെന്നാണ് പുള്ളി പറയുന്നത്. ഇനി അങ്ങനെ പഴയ പോലെ ചെത്തില്ലെന്ന് നടുക്കി കളയാം നമ്മൾ. അതുപോലെ കഴിഞ്ഞ ദിവസം കേട്ടതാ, അവിചാരിതമായിട്ട് ഇങ്ങനെ വരിക ഇതൊക്കെ. പുള്ളി പറയാണ് ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൻ്റെ ചിന്തകളെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള ചിന്തകളാണ്. എല്ലാം ലിമിറ്റായിട്ടാണ് ചിന്തിക്കുള്ളൂ. ഒരു കാര്യം കടന്ന് ചിന്തിക്കില്ല.
അതായത് കടന്ന പ്രയോഗങ്ങളില്ലെന്ന്. ലോകം എപ്പോഴും നമ്മളെ ലിമിറ്റ് ചെയ്യിക്കും. അത്രയും വേണ്ട, അത്രയും വേണ്ട, അത്രയും കടന്നു പോകണ്ട, അത്രയും വലിയ വീട് വെക്കണ്ട. ലോകം എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കും 1000 സ്ക്വയർ ഫീറ്റ് മതി, 1000 സ്ക്വയർ ഫീറ്റ് മതി, 1 നില മതി, 1/2 നില മതി എന്നൊക്കെ പറഞ്ഞു കളയും. നമ്മൾ അങ്ങനെ ആയിരിക്കരുത്. നമ്മൾ നിലകൾ പണിയണം. 3000, 4000, 5000, 10000 ഞാൻ വെച്ച വീട് പോലെ നിങ്ങളും വെക്കണം. 1 കോടി, 2 കോടി, 3 കോടി, അത് കാശില്ലല്ലോ. അതൊന്നും ഓർത്ത് ഭാരപ്പെടണ്ട. അതെല്ലാം വരും ബ്രദർ. വിശ്വാസത്താൽ എല്ലാം പണിത് പൊക്കുക. ഈ ലോകം എന്ത് ചെയ്യുന്നു? എല്ലാം ലിമിറ്റ് ചെയ്യും. പക്ഷേ നിങ്ങൾ അങ്ങനെ ആ ഒരു ലിമിറ്റിൽ കുടുങ്ങരുത്. അതാണ് റോമർ 12:1-2 പറയുന്നത്. ഇതിനെ സാത്താന്യ ഉപദേശം എന്നല്ലാതെ വേറെ എന്ത് ഉപദേശം എന്നാണ് പറയാൻ പറ്റുന്നത്? ഇന്ന് കൊട്ടാരക്കരക്കാരൻ്റെ ഒരു വീഡിയോയാണ് ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തത്. കൊട്ടാരക്കരക്കാരൻ പറയുകയാണ്, ദശാംശവും സ്വോത്രാഴ്ചയും ഒക്കെ തന്നില്ലെങ്കിൽ പുള്ളി ശപിച്ച് കൈകാര്യം ചെയ്യുമെന്ന്. ഞാൻ അടുത്ത ദിവസത്തെ ഒരു മെസ്സേജിനകത്ത് ആ കാര്യം സൂചിപ്പിക്കാം. ഇന്നിപ്പോൾ ഞാനത് അതിലേക്കൊന്നും തലയിടാൻ പോകുന്നില്ല. എന്തായാലും നിങ്ങൾ കുറച്ച് പേരൊക്കെ അത് കണ്ടല്ലോ. എനിക്ക് അത്ഭുതം തോന്നുക, ദൈവം നമ്മുടെ കൺമുമ്പിൽ തുറന്നു തരികയാണ്, ഇവൻ എൻ്റെ ദാസനല്ല, ഇവന് ചെവി കൊടുക്കരുത് എന്ന് പല നിലകളിൽ പറയുക. എന്നിട്ട് മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല. ഇവൻ എൻ്റെ ദാസനേ അല്ല എന്ന് പറഞ്ഞിട്ടും പലർക്കും എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാകുന്നില്ല. ഒരു തരത്തിലും ആളുകൾക്ക് മനസ്സിലാകുന്നില്ല, പിടികിട്ടുന്നില്ല. അതാണ് മനസ്സിലാകാത്തത്. നമ്മൾ ഈ നേരം വരെ 1 പത്രോസ് 1:10-11 വാക്യം വെച്ചിട്ടാണ് കുറേ കാര്യം പറഞ്ഞത്. അതായത് ഈ ടാബർനാക്കലിൻ്റെ പിക്ചർ കാണിച്ചിട്ട് നമ്മൾ പറയായിരുന്നു, ആ പ്രാകാരത്തിൽ നിൽക്കുന്നവൻ്റെ ഉള്ളിലെ ആഗ്രഹം, അവൻ്റെ വാഞ്ച എന്ന് പറയുന്നത് ഒരു ജയാളിയായി തീരണമെന്നുള്ളതാണ്. അവൻ രക്ഷിക്കപ്പെട്ടവനാണ്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഒരു ജയാളി എന്ന നിലയിൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതിൽ ഒരു ക്ലാരിറ്റി വരാത്ത ഭാഗം എന്തെന്ന് ചോദിച്ചാൽ, ഈ കൂടാരത്തിൻ്റെ പിക്ചറൊക്കെ കാണിക്കുമ്പോൾ നിരന്തരം കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമെങ്കിലും ആദ്യമായിട്ട് കേൾക്കുന്നവർ കൺഫ്യൂസ് ചെയ്യപ്പെടും. അതാണ് ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ രീതിയിൽ ഈ പ്രാകാരത്തിൽ നിൽക്കുന്നവൻ അകത്തേക്ക് പോകുന്ന കാര്യം, പുറത്തേക്ക് വരുന്ന കാര്യമൊക്കെ പറയുമ്പോൾ ഇന്ന് അങ്ങനെ ഒരു കൂടാരമുണ്ടോ, ഇന്ന് അങ്ങനെ ഒരു ആലയമുണ്ടോ എന്നൊക്കെയുള്ളത് ആളുകളുടെ തലയിൽ വരും. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ എടുത്തു പറയുന്നത്, ആരുടെയും തലയിൽ അങ്ങനത്തെ തെറ്റായ ചിന്ത വരരുത്. ഇന്ന് അങ്ങനെ ഒരു ലിറ്ററൽ കൂടാരമില്ല. ഇന്ന് കൂടാരം നമ്മളാണ്. അന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പുരോഹിതന്മാർ കടന്നു പോകുന്നു, വിശുദ്ധ സ്ഥലത്തേക്ക് ദൈനംദിന ശുശ്രൂഷയ്ക്ക് ഹോളി പ്ലേസിലേക്ക് അഥവാ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകുന്നു. അതാണ് അന്നത്തെ രീതി. ഇന്നത്തെ കാര്യം നമ്മൾ പറയുമ്പോൾ നാം ആകുന്ന കൂടാരത്തിനകത്ത് ഈ വിശുദ്ധ സ്ഥലം വെളിപ്പെടണം. ആ വിശുദ്ധ സ്ഥലത്തിന് നമ്മൾ മറ്റൊരു കാര്യം പറഞ്ഞു, അത് ദൈവസന്നിധിയാണ്. യഹോവയായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്, ദൈവ സാന്നിധ്യമുള്ള ഇടമാണ്. അപ്പം ഇന്ന് നാം ആകുന്ന കൂടാരത്തിൽ ദൈവ സാന്നിധ്യം വെളിപ്പെടണം. ആ സ്ഥലത്തിന് എന്താ പറഞ്ഞത്? വിശുദ്ധ സ്ഥലം എന്ന്. അപ്പോൾ നമ്മളത് ഇവിടെ എങ്ങനെ പറയും? ഇവിടെ നാം വിശുദ്ധ ജീവിതം നയിക്കുമെങ്കിൽ ദൈവ സാന്നിധ്യം നാം അനുഭവിക്കും. എങ്ങനെയാ? അവിടെ വിശുദ്ധ സ്ഥലമുണ്ട്, അത് ഹോളി പ്ലേസാണ്, എത്രയും വിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഇടമാണ്. അതാണല്ലോ അവിടുത്തെ ഒരു പ്രത്യേകത. ഇവിടെ വരുമ്പോൾ ഈ കൂടാരത്തിൽ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ഈ കൂടാരത്തിൽ ഇത്രയേ ഉള്ളൂ, നാം വിശുദ്ധ ജീവിതം നയിക്കണം. എത്ര നാളത്തേക്ക്? സദാകാലത്തേക്ക്, കാഹളം ധുനിക്കുന്നവരത്തേക്ക്, അല്ലെ മരണം വരെ വിശുദ്ധ ജീവിതമായിരിക്കണം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? പരിശുദ്ധനായ ദൈവം തൻ്റെ സാന്നിധ്യം നമുക്ക് നൽകണമെങ്കിൽ നാം വിശുദ്ധ ജീവിതം നയിക്കണം. നിങ്ങളുടെ പാളയത്തിൽ യാതൊരു അശുദ്ധിയും കാണരുതെന്നാണ് ആവർത്തന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പാളയം ബൃഹത്തായൊരു പാളയമല്ലേ സഹോദരങ്ങളെ? വലിയ വൈഡ് റേഞ്ചിൽ നിൽക്കുന്നൊരു പാളയമാണ് ക്യാമ്പ്. ഏതാണ്ട് 6 കിലോമീറ്റർ റേഡിയസ് ആണ് പറയുന്നത്. 6 കിലോമീറ്റർ റേഡിയസ്. നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള 2 സ്ഥലങ്ങളെ ഒന്ന് ചിന്തിച്ച് നോക്കി. 6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത്രയും ഒരു റേഡിയസിൽ നിൽക്കുന്ന ഈ പാളയത്തിൻ്റെ മുക്കിലും മൂലയിൽ ഒരു ഭാഗത്ത് പോലും ഒരു അശുദ്ധി പാടില്ല. പാളയത്തിൻ്റെ ഒത്ത നടുവിലാണ് സമാഗമന കൂടാരം. ഒത്ത നടുവിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഒത്ത നടുവിലാണ് ജീവനുള്ള ദൈവം വസിക്കുന്നത്. ആ ദൈവം നമ്മിൽ വസിച്ചുകൊണ്ട് നമ്മെ മുൻപോട്ട് നടത്തണമെങ്കിൽ വിശുദ്ധ ജീവിതമായിരിക്കണം. ഈ വക ആത്മീയ സത്യങ്ങളൊന്നും പഠിപ്പിക്കാത്ത ന്യൂ ജനറേഷൻ പെന്തിക്കോസ് ചർച്ചുകളിലൊക്കെ നിങ്ങൾ എത്ര കാലം തുടരുമെന്നാണ് ചിലരോട് എനിക്ക് ചോദിക്കാനുള്ളത്. ചിലരോട്, അത് കേൾക്കുന്നവർക്ക്, അതായത് മേലാൽ കേൾക്കുന്നവരാണ് കൂടുതലും, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എത്ര കാലം ഈ പ്രയോജനമില്ലാത്ത കാര്യങ്ങളുടെ പുറകെ, അപ്രയോജനമായ കാര്യങ്ങളുടെ പുറകെ ഇനി പോകുമെന്നുള്ളതാണ്. ഒരൊറ്റ ആയുസേ ഉള്ളൂ. ഈ വ്യാജന്മാരുടെയും വഞ്ചകരുടെയും കൂട്ടത്തിൽ
സഞ്ചരിക്കാതെ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഭക്തന്മാരോട് കൂടെ, ഉപദേശത്തിൻ്റെ തനിമയിൽ നിൽക്കുന്ന ദൈവഭൃത്യന്മാരോട് കൂടെ ചേർന്ന് സഞ്ചരിക്കാൻ ഉത്സാഹിക്കുക. അപ്പം മാലാഖമാരെ പോലെയുള്ള പാസ്റ്ററെ കണ്ടുകിട്ടിയില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പാസ്റ്ററും മാലാഖയല്ല, മനുഷ്യന്മാരാണ്. പൂർണ്ണരായിട്ടുള്ള ആരും ഇവിടെ ഇല്ല. അവർ ഉപദേശത്തിലാണോ നിൽക്കുന്നത്, മര്യാദക്കാരാണോ എന്ന് നോക്കുക. അവരുടെ ജീവിതത്തിൽ വീഴ്ചകളും കുറവുകളൊക്കെ കാണും, അത് നിങ്ങൾ നോക്കണ്ട. അവർ ഈ പറയുന്ന മെത്തേഡ് പാലിക്കുന്നവരാണോ, അവരുടെ പാറ്റേൺ ഇതാണോ, രക്ഷാ സ്നാനം, ആത്മസ്നാനം, ഇങ്ങനെയാണോ അവരുടെ വണ്ടി ഓടുന്നത്, അതൊക്കെ നോക്കുക. അവർ ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് വേണ്ടി ജനത്തെ ഉത്സാഹിപ്പിക്കുന്നവരാണോ, കാണാതെ വിശ്വസിക്കുന്നവരെ ആ വിശ്വാസത്തിൽ ഉറച്ചു നിർത്തുന്നവരാണോ, ഇതൊക്കെയാണ് ചോദ്യം. അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെയുള്ളവരുമായിട്ട് സഹകരിക്കുക. അല്ല, തങ്കുൻ്റെ കൂട്ടത്തിൽ കൂട്ടുകൂടി മറ്റവൻ്റെ കൂട്ടത്തിൽ കൂട്ടുകൂടി അവൻ പോകുന്ന ആ പൊയ്കയിലേക്ക് പോകും. പൊയ്കയിൽ യോഹന്നാൻ അല്ല കേട്ടോ, മറ്റേ പൊയ്കയാണ് പൊയ്ക. ഈ കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹക്കാരെല്ലാം ചെന്നെത്താൻ പോകുന്നത് പൊയ്കയിലാണ്. അതിന് സംശയമുണ്ടോ? എനിക്കൊരു സംശയമില്ല. അതല്ലേ ഉറപ്പിച്ചു പറയുന്നത്. വിശുദ്ധന്മാരുടെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ ഉറപ്പിച്ചു പറയല്ലേ, അങ്ങോട്ടാണ് ഈ യാത്ര. ഈ പുള്ളികൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മളെന്തിനാ പോകുന്നത്? അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കി കൊണ്ടുവരികയാണ്. ചുരുക്കി കൊണ്ടുവന്ന് എന്താ പറയുന്നത്, ഈ പ്രാകാരത്തിൽ നിൽക്കുന്ന ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ യൗവനക്കാരനോ യൗവനക്കാരത്തി ആരും ആകട്ടെ, രക്ഷയിലേക്ക് ഏത് പ്രായത്തിൽ വന്നവരും ആകട്ടെ, അവരുടെ ഉള്ളിൽ അവരുടെ ചിന്ത എന്തായിരിക്കണം? ആ കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്ന 48 പലകയാണ്. 48 പലക, 48 ബോർഡ്സ്, 48 പലക, ഖദിരമരം കൊണ്ടുള്ള 48 പലക. അതിന് തനി തങ്കം കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ്, കവർ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ 48 പലക സിൽവർ സോക്കറ്റിൽ അഥവാ വെള്ളിച്ചൂടുകളിൽ നിൽക്കുകയാണ്. വെള്ളിച്ചൂട് എന്താ കാണിക്കുന്നത്? വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. വീണ്ടെടുക്കപ്പെട്ട ഭക്തന്മാർ, കുഞ്ഞാടിൻ്റെ കാന്ത അവരെവിടെയാണ് നിൽക്കുന്നത്? യഹോവയുടെ സന്നിധിയിൽ. വാക്കുകളൊക്കെ ശ്രദ്ധിക്കണം. അവരെവിടെയാണ് നിൽക്കുന്നത്? യഹോവയുടെ സന്നിധിയിൽ, ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നിത്യദഹനങ്ങളുടെ അടുക്കലാണ് ഈ പലക ഇരിക്കുന്നത്. എവിടെ ഇരിക്കുന്നത്? നിത്യദഹനങ്ങളുടെ അടുക്കൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കാഹളം ധരിക്കുന്നത്. കാഹളം ധരിക്കുമ്പോൾ ഇത് അങ്ങനെ തന്നെ പൊങ്ങിപ്പോവും. ആ 48 പലക, അതാണ് കുഞ്ഞാടിൻ്റെ കാന്ത. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ഈ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വരുന്ന ആ കോമ്പൗണ്ടിനെ ഞാൻ പറഞ്ഞു, അത് ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടാണെന്ന്. ഇത് ഇങ്ങനെയല്ലാതെ പഠിപ്പിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ഒരാളുടെ മനസ്സിലേക്ക് ഇത് പതിക്കണ്ടേ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഇത്ര സമൃദ്ധമായി കാര്യങ്ങൾ തുറന്നു തരുന്നത്. ഈ വാതിൽ തുറന്ന് നമ്മൾ കയറി വരുന്ന ആ കോമ്പൗണ്ടിനെയാണ് ദൈവരാജ്യം എന്ന് വിളിക്കുന്നത്. ദൈവരാജ്യത്തിൽ വിവിധ അനുഭവങ്ങളുണ്ട്. കയറി വരുമ്പോഴുള്ള അവസ്ഥയ്ക്കാണ് ക്രിസ്തീയ ജീവിതത്തിലെ ശൈശവാവസ്ഥ എന്ന് പറയുന്നത്. അത് പാല് കുടിക്കുന്ന അവസ്ഥയാണ്. പാല് കുടിച്ച് പ്രാകാരത്തിൽ നിൽക്കും. അത് കഴിഞ്ഞ് ആ കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കണം. അത് സമർപ്പിതർക്ക് മാത്രം സാധിക്കുന്ന കാര്യമാണ്. സമർപ്പിതർക്ക് ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്ന ആത്മനിറവിൻ്റെ അനുഭവം, ആ ഒരു സമർപ്പണാനുഭവത്തിലേക്ക് വന്ന ആത്മനിറവ് അനുഭവിച്ച് കൂടാരത്തിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അതൊക്കെ അതിനകത്ത് കട്ടിയായ കാര്യങ്ങളായിരിക്കുന്നത്. മേശമേൽ അപ്പമൊക്കെ ഇരിപ്പുണ്ട്. ആ മേശമേലിരിക്കുന്ന അപ്പം എന്ന് പറയുന്നത് പുരോഹിതന്മാർ മാത്രം തിന്നുന്നതാണ്. ഇസ്രായേലിലെ എല്ലാ മനുഷ്യരും തിന്നുന്നതല്ല. എല്ലാവർക്കും അതൊന്നും ദഹിക്കില്ല തിന്നാൽ തന്നെ. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അത് ചിലരോടൊക്കെ ഇത് കേൾക്കുന്ന കാര്യം ചോദിക്കുമ്പോൾ അവർക്ക് ദഹിക്കുന്നില്ലെന്നാണ് പറയുന്നത്. എല്ലാവർക്കും തിന്നാലും ദഹിക്കില്ലെന്നായിരിക്കും അതിൻ്റെ ഒരു വകുപ്പ്. അല്ല, എല്ലാവർക്കും തിന്നാനും പറ്റില്ല കേട്ടോ. വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് മാത്രമേ അതൊക്കെ വാക്യങ്ങളെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. അഹരോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ഈ അപ്പം തിന്നണമെങ്കിൽ അവർ വിശുദ്ധ ജീവിതം നയിക്കണം. അവർ വിശുദ്ധരായിരിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം. അങ്ങനെയൊക്കെയാണ് അപ്പത്തെ തൊടാവൂ. അങ്ങനെ അവിടെ വെളിപ്പാടുകളാണ് അല്ലേ. വിളക്ക് കത്തി നിൽക്കുകയാണ്. ആ വിളക്കിൻ്റെ പ്രകാശത്തിൽ പ്രാകാരത്തിൽ നിന്നാൽ ആകെ സൂര്യനും ചന്ദ്രനും ഉള്ളൂ. പകൽ സൂര്യനും രാത്രി ചന്ദ്രനും. അതിനകത്തേക്ക് കടന്നാലോ, അതിനകത്തേക്ക് കടക്കുമ്പോഴാണ് അവിടെ വിളക്ക് കത്തി നിൽക്കുന്നത്. മെനോറ കത്തി നിൽക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനമാണ് അത് കാണിക്കുന്നത്. ആ പ്രവർത്തനത്തിൽ നമ്മൾ വെളിപ്പാടുകളാണ് ഭക്ഷിക്കുന്നത്. ആ വെളിപ്പാടുകളുടെ കരുത്തിലാണ് നമ്മൾ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കാൻ ധൂപപീഠത്തിലേക്ക് വരുന്നത്. ആത്മാവിൽ ആരാധിക്കാൻ. പിന്നത്തേത് നമുക്ക് വിശദീകരിക്കാം. ഇപ്പം ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നത്. അന്നേരമാണ് IELTS. എന്നാ IELTS എഴുതിയില്ലെന്നോർത്ത് ആകാശം ഇടിഞ്ഞു വീഴുവോ? ഈ കാര്യം അകത്തേക്ക് ആദ്യം കയറട്ടെ എന്നേ. IELTS രണ്ടാമത്, ഇത് ഒന്നാമത്.
നിങ്ങൾക്ക് IELTS ആണ് ഒന്നാമതെങ്കിൽ ഈ കാര്യത്തെ നിങ്ങൾ അന്വേഷിക്കാതിരിക്കുക നല്ലത്. രണ്ടാമതായിട്ട് ഏതായാലും പിടിക്കാൻ വരണ്ട. അങ്ങനെ രണ്ടാമത് വെക്കുന്ന കാര്യമല്ലത്. ഇത് ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രാധാന്യമുള്ള കാര്യങ്ങളാണ്, നമ്മെ സംബന്ധിച്ചുള്ള വെളിപ്പാടാണ്. ഇനി കഴിഞ്ഞ ആഴ്ച ഞാൻ വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിലൊരു വാക്യം പറഞ്ഞല്ലോ. ആ വാക്യം പറഞ്ഞപ്പോൾ ഒരു വാക്ക് വിട്ടുപോയി. അതായത് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അതാണ് ഈ കാണുന്ന പിക്ചർ. ഇത് കാണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക, സമയം പോയതുകൊണ്ട്. ബാക്കി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പഴയ ഭൂമിയും പഴയ ആകാശവും മാറിപ്പോയി. തലസ്ഥാനത്തേക്ക് ഒരു പുതിയ ഭൂമിയും പുതിയ ആകാശവും വെളിപ്പെട്ടു. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ ആകാശത്തിന് കീഴിൽ ഒരു പുതിയ ഭൂമി. ആ പുതിയ ഭൂമിയിൽ ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ അവിടെ ആരെയൊക്കെ കണ്ടു നമ്മൾ? അവിടെ മനുഷ്യരെയും കണ്ടു, കൂടാരത്തെയും കണ്ടു, ദൈവത്തെയും കണ്ടു. 3 കാര്യമാണ് കണ്ടത് അല്ലേ? അവിടെ 3 കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവിടെ മനുഷ്യരെ കാണാം, കൂടാരം കാണാം, ദൈവത്തെ കാണാം. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയേ. ആ കാണുന്നൊരു കൂടാരം, ഈ കാണുന്ന സൂക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഒരു കൂടാരം കണ്ടില്ലേ? മൂടിയിട്ടിരിക്കുന്നൊരു കൂടാരം കണ്ടില്ലേ? ആ കൂടാരമാണ് ദൈവസഭ. ആ കാണുന്ന കൂടാരമാണ് മണവാട്ടി. അതാണ് കർത്താവിൻ്റെ നിവാസം, തൻ്റെ നിത്യനിവാസമാണത്. ഇതാ മനുഷ്യരോടുകൂടെ. അതായത് മനുഷ്യരോടുകൂടെ എന്ന് വെച്ചാൽ ഈ വാതിൽ തുറന്ന് ദൈവരാജ്യത്തിൻ്റെ കോമ്പൗണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേസമയം തന്നെ അതിനെ പുതിയ ഭൂമി എന്നും വിളിക്കും. ആ കോമ്പൗണ്ടിനെയാണ് പുതിയ ഭൂമി എന്ന് വിളിക്കുന്നത്. ആ പുതിയ ഭൂമിയിൽ ആരെല്ലാം ഉണ്ട്? അവിടെ ഒത്തിരി മനുഷ്യന്മാരുണ്ട്. മനസാക്ഷി യുഗക്കാർ അവിടെ വരും, ന്യായപ്രമാണ യുഗക്കാർ അവിടെ വരും. അതായത് ഈ എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്തൊക്കെ വീണ്ടെടുപ്പ് പ്രാപിച്ച യഹൂദന്മാരുണ്ട്. ഇങ്ങനെ പലരും വരും. അതാത് കാലത്തെ വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം അവിടെ വരും. അതേസമയം ഓട്ടക്കളത്തിൽ ഓടി ഓട്ടം പൂർത്തീകരിച്ച ജയാളികളായ ജയിക്കുന്നവൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. മറ്റൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ കണ്ടില്ലേ? ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിൻ്റെ തൂണാക്കുന്നു. ഇതാണ് ദൈവത്തിൻ്റെ നിവാസം. ഇതിലെ ഒരു തൂണെന്ന് വെച്ചാൽ അതിലെ 48 പലകയുടെ കാര്യം പറഞ്ഞില്ലേ? അതിലൊരു പലകയാക്കുന്നു. അപ്പോൾ 48 എന്നുള്ള കണക്കൊക്കെ എന്താണെന്നൊക്കെ അതൊക്കെ പിന്നാലെ ചിന്തിക്കാം. അപ്പം ആ 48 പലകയിൽ ഒരു പലകയാകാനുള്ള വാഞ്ച 28 വയസ്സുകാരിക്കും 29 വയസ്സുകാരനും എന്താ വരാത്തതെന്ന് എനിക്കൊരു പിടിയില്ല. അവരെ ഇത് പറഞ്ഞ് കേൾപ്പിക്കണം. അവർക്ക് കേൾക്കാനൊരു മനസ്സും വേണം, രണ്ടും വേണം. രണ്ടും കൂടെ ഒത്തുവന്നാലല്ലേ കാര്യം നടക്കുകയുള്ളൂ. എന്തായാലും ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, സത്യങ്ങളാണ്. ഈ സത്യങ്ങളിലേക്ക് നമ്മളും നമ്മുടെ മക്കളും എത്തുമോ ഇല്ലയോ എന്നുള്ളത് ആലോചിച്ച് നമുക്കങ്ങ് പിരിയാം അല്ലേ? അതല്ലേ നല്ലത്? ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. 1 കൊരിന്ത്യർ ലേഖനം 15-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 23 വരെ പിന്നീട് വായിച്ചു നോക്കുക. അവിടെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വരുന്ന ആദ്യഫലത്തെക്കുറിച്ച് പറയുകയാണ്. ആദ്യഫലം നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ് നിത്യതയിൽ ഓരോരുത്തൻ താന്താൻ്റെ നിരയിലത്രേ. നിത്യതയിൽ ഓരോരുത്തൻ താന്താൻ്റെ നിരയിലത്രേ. അപ്പം നമ്മുടെ നിര, രക്ഷിക്കപ്പെട്ടവർ ഈ പ്രാകാരത്തിൽ വരും, ആത്മസ്നാനം പ്രാപിച്ചവർ മുൻപോട്ട് വരും. എന്നാൽ ജയാളികളുടെ സംഘത്തെയാണ് ആ കൂടാരം കൊണ്ട് ചിത്രീകരിക്കുന്നത്. നമ്മളൊരു കൂടാരമായി തീർന്നിട്ടുണ്ടോ? നമ്മുടെ ശരീരം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ സമർപ്പിതമായിരിക്കണമെന്ന് ഞാൻ തുടക്കം മുതൽ പറഞ്ഞു. ചിലർക്കൊന്നും ഒരു ഗൗരവമില്ല അത് കേൾക്കുമ്പോൾ. എന്താ ഈ പറയുന്നത്? കർത്താവ് പുറമേ ഉള്ളതല്ലോ നോക്കുന്നുണ്ടോ, അകമയല്ലേ നോക്കുന്നതെന്നൊക്കെ ചിലർ പറയുന്നത്. എനിക്ക് അവരോടൊന്നും തർക്കിക്കാനില്ല. കേൾക്കാൻ മനസ്സുള്ളവരോടാണ് ഈ പറയുന്നത്. ഇങ്ങനെയൊരു കൂടാരമായി നമ്മൾ മാറണമെങ്കിൽ പർവ്വതത്തിലെ മാതൃക പ്രകാരമായിരിക്കണം നാം ആകുന്ന കൂടാരം ചമയ്ക്കേണ്ടത്. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സഞ്ചരിക്കുമ്പോൾ അങ്ങനെ സഞ്ചരിക്കണം. എങ്കിൽ മാത്രമേ കാഹളം ധനിക്കുമ്പോൾ ഈ പറയപ്പെട്ട നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുള്ളൂ. വെളിപ്പാട് ദിവസം 21-ാം അധ്യായത്തിൽ നിന്ന് കുറച്ച് കാര്യങ്ങളും കൂടെ പറയാനുണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൂട്ടിവെച്ച് നമുക്ക് അടുത്ത ദിവസം പിന്നെയും ഈ കാര്യത്തെ ഒന്നുകൂടെ വിശകലനം ചെയ്യാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലും പോകാനുണ്ട്, 2 ദിനവൃത്താന്ത പുസ്തകത്തിലും പോകാനുണ്ട്. അവിടെ ഒന്നും പോകാനായിട്ട് സാവകാശം കിട്ടിയില്ല. ദൈവം അനുവദിച്ചാൽ നമുക്ക് പിന്നാലെ ആ കാര്യത്തിലേക്ക് കടക്കാം. ഈ ചിന്തകൾ നിങ്ങളെ ഭരിക്കട്ടെ, ഈ ചിന്തകൾ ഭരിക്കട്ടെ. ആ കാണുന്ന കൂടാരം, അതിൽ പത്രോസും പൗലോസും ഉണ്ട് കേട്ടോ. അതിൽ കർത്താവിൻ്റെ അമ്മയായ മറിയുണ്ട്. ആദ്യ നൂറ്റാണ്ടിലെ വിശുദ്ധന്മാരെ കുറിച്ച് നമ്മളിപ്പോൾ വായിച്ചില്ലേ എബ്രായ ലേഖനത്തിൽ? സമ്പത്തുകളുടെ അപഹാരം സഹിച്ചവർ. ഞാൻ ഉൽപ്പത്തി പുസ്തകത്തിൽ റെബേക്ക എടുത്ത് വെച്ചിരുന്നു കുറച്ച് കാര്യം പറയാൻ. അടുത്ത ആഴ്ച പറയാം, ദൈവം അനുവദിച്ച അടുത്ത ആഴ്ച പറയാം. റിബേക്കയെ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ സമ്പത്തുകളുടെ അപഹാരം സഹിച്ചവർ, പീഡകൾ, നിന്ദകൾ, അപമാനങ്ങൾ സഹിച്ചു. അവരെന്തിനതൊക്കെ സഹിച്ചത്? ഈ കാണുന്ന കൂടാരത്തിൻ്റെ ഭാഗമായി തീരണം, ഈ മഹിമയുള്ള കൂടാരത്തിൻ്റെ ഭാഗമായി തീരണം. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ ദൈവം വസിക്കുന്ന കൂടാരമാണത്.
ദൈവസാന്നിധ്യം ആ കൂടാരത്തിലാണ്. അതായത് കുഞ്ഞാടും തൻ്റെ കാന്തയും ഒരുമിച്ചിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. കുഞ്ഞാടും തൻ്റെ കാന്തയും ഒരുമിച്ചിരിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവരെല്ലാം പുതിയ ഭൂമിയിലുണ്ട്. അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ കുഞ്ഞാടും കാന്തയും, സകലത്തിൻ്റെയും കേന്ദ്രം, എല്ലാവരുടെയും ശ്രദ്ധാവിഷയം കുഞ്ഞാടും കാന്തയുമാണ്. ആ ഒരു അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചേരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളെ ഉത്സാഹിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.